കാരൂർ സ്മൃതി എന്ന ഈ പരിപാടിയിൽ അധ്യക്ഷനായ ശ്രീ കെ ഉണ്ണികൃഷ്ണൻ, സ്വാഗതം പറഞ്ഞ ശ്രീമതി സുനിത വിൽസൺ, ഇവിടെ പ്രബന്ധം അവതരിപ്പിക്കാനായി എത്തിയിരിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തായ ഡോക്ടർ സെബാസ്റ്റ്യൻ ജോസഫ്, സദസ്സിലിരിക്കുന്ന ഏറ്റവും ബഹുമാന്യരായ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, എല്ലാവർക്കും നമസ്കാരം. കാരൂരിനെ കുറിച്ചുള്ള സ്മൃതി, അത് ഓർമ്മചിത്രങ്ങളുടെ ഒരു വലിയ ശേഖരം നമ്മുടെ മുന്നിലേക്ക് നേരിട്ട് കൊണ്ടുവന്ന് തരണം എന്നില്ല. കാരണം കാരൂർ കഥകൾ അക്കാദമിക് തലത്തിൽ പഠിക്കാൻ ഉള്ളതുകൊണ്ട് മാത്രം പൊതുലോകം വായിക്കുന്ന ഒന്നായി പലപ്പോഴും തോന്നാറുണ്ട്. അതിൽ തന്നെ കാരൂർ കഥകളിലെ പൂവമ്പഴം, മരപ്പാവകൾ, ഉറുപ്പാൻ്റെ കിണർ, ഇങ്ങനെയുള്ള ചില കഥകളെ മാത്രമേ പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ളൂ. പൊതുലോകം കേൾക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. സവിശേഷമായ അക്കാദമിക് താല്പര്യങ്ങളുള്ളവരോ നല്ല വായനാശീലമുള്ളവരോ ഇത് കൂടുതലായിട്ട് വായിച്ചിരിക്കാം. എങ്കിലും പൊതുവെ നമ്മൾ കേൾക്കുന്ന ഒരു പഴയ കാല കഥാകൃത്തുക്കളിൽ പലർക്കും സംഭവിച്ച പോലെയുള്ള ഒരു മറവിയിലേക്ക് മാറ്റി നിർത്തുന്ന ഒരവസ്ഥ കാരൂരിലും സംഭവിച്ചിട്ടുണ്ട്. അത് ക്ലാസ്സുകളിൽ കുട്ടികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ മനസ്സിലായിട്ടുള്ള ഒരു സത്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ എത്ര കാലം കഴിഞ്ഞാലും മായ്ച്ച് കളയാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഭാവുകത്വത്തിൻ്റെ വലിയ മുദ്രകൾ തീർത്ത കഥാകാരനാണ് കാരൂർ. നമ്മുടെ മുന്നിൽ കഥകൾ എന്തിനാണ് എഴുതുന്നത്? എഴുത്തുകാർ എഴുതുന്നു, നമ്മളത് വായിക്കുന്നു, സമൂഹം അത് ഏറ്റെടുക്കുകയോ ഏറ്റെടുക്കാതിരിക്കുകയോ, ഖസാക്കിൻ്റെ ഇതിഹാസത്തിനൊക്കെ സംഭവിച്ച പോലെ ആദ്യം ഏറ്റെടുക്കാതെ പിന്നെ തലമുറകളായി ഏറ്റെടുക്കുകയൊക്കെ ചെയ്യും. മാതൃഭൂമിയിൽ ഖസാക്കിൻ്റെ ഇതിഹാസം പ്രസിദ്ധീകരിച്ച ആ ഒരു സന്ദർഭത്തിൽ എന്തിനാണ് ഇങ്ങനെയൊരു കഥ എന്ന് ചില വായനക്കാരെങ്കിലും ചോദിച്ചിരുന്നു എത്രേ. അതുപോലെ തന്നെ അരവിന്ദൻ്റെ ചെറിയ മനുഷ്യർ വലിയ ലോകം എന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള കാർട്ടൂൺ പരമ്പര പ്രസിദ്ധീകരിച്ച് തുടങ്ങിയപ്പോൾ അത് ഒരു യാതൊരു പ്രസക്തിയുമില്ലാത്ത വെറുമൊരു സാധനം എന്ന രീതിയിലാണ് കുറേ പേരെങ്കിലും പ്രതികരിച്ചത്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള നിലപാടുകൾക്ക് വലിയ മാറ്റങ്ങളുണ്ട്. അപ്പോൾ കാരൂർ കഥകൾ നമ്മൾ ഇന്നെടുക്കുമ്പോൾ അതിലെന്തൊക്കെയാണ് നാം സവിശേഷമായി കാണുന്നത്, അല്ലെങ്കിൽ കാരൂർ എന്തൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നുള്ളതൊന്ന് ഓർത്തു നോക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരൂർ സ്മൃതിയിൽ അത്തരത്തിലുള്ള ഒരു നോട്ടം ആവശ്യമാണ് എന്നെനിക്ക് തോന്നുന്നു. കാരൂർ പറഞ്ഞിരിക്കുന്നത് ഏത് മനുഷ്യനും ഒരു കഥ എഴുതാനൊക്കെയുള്ള ജീവിതം ഉണ്ട് എന്നാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാചകമാണ്. കാരണം തൻ്റെ 34ാമത്തെ വയസ്സിലാണ് കാരൂർ ആദ്യത്തെ കഥ എഴുതുന്നത് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അല്ലാതെ ചെറുപ്പം മുതലേ തന്നെ കഥ എഴുത്തിൽ പരിശീലനം നേടി അങ്ങനെ കഥ എഴുതി തുടങ്ങി കുറച്ച് പ്രായമായപ്പോൾ പ്രസിദ്ധനായ ഒരാളല്ല. ആ 34ാമത്തെ വയസ്സിൽ എഴുതിയിട്ടുള്ള കഥ ഭൃത്യവാത്സല്യം എന്നുള്ള കഥയായിരുന്നു. അത് പിന്നീട് അന്നത്തെ കൂലി എന്ന പേരിൽ അതൊരൽപ്പം പരിഷ്കരിച്ച് ആ കഥ പിന്നീട് എഴുതിയിട്ടുമുണ്ട്. പക്ഷെ ഭൃത്യവാത്സല്യത്തിൻ്റെ ഒരു മൂർച്ച ഈ കഥയ്ക്കില്ല എന്നാണ് അത് വായിച്ചവരുടെയൊക്കെ ഒരു തോന്നലുണ്ടാവുക. കാരൂർ പറഞ്ഞത്, ഞാൻ എന്തുകൊണ്ടാണ് ഒരു കഥ എഴുത്തുകാരനായത്? വെറുതെ അങ്ങ് എഴുതി പോവുക എന്നുള്ളതല്ല, എന്നാൽ അങ്ങനെയുമാണ്.
നമ്മളൊക്കെ ജീവിതം ജീവിച്ചു പോകുന്നവരാണ്. ഒരു കഥ എഴുതാനൊക്കെ ആർക്കും സാധിക്കും. എന്തുകൊണ്ട് എഴുതുന്നില്ല എന്നുള്ളത് വലിയൊരു ദാർശനികമായൊരു ചോദ്യമാണ്. ആ ദാർശനിക ചോദ്യത്തെ തൻ്റെ ആത്മഭാവങ്ങൾ കൊണ്ട് നേരിട്ട ഒരു വ്യക്തിയാണ് കാരൂർ. കാരൂരിൻ്റെ കഥകളിലെ അധികമൊന്നും പരാമർശിക്കാത്ത ചില കഥകളെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത്. വളരെ പ്രസിദ്ധമായി കഴിഞ്ഞ കഥകൾ ഇനിയും പറയണമെന്നില്ലല്ലോ. അധികം ആരും ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടില്ലാത്ത കഥകൾ. ആ കഥകളിലൂടെ എന്തൊക്കെ ആശയങ്ങളുടെ വലിയ സംഹിതകളാണ് നമ്മുടെ മുന്നിലേക്ക് കാരൂർ നീട്ടി തന്നിട്ടുള്ളത് എന്നുകൂടി ചിന്തിക്കേണ്ടതുണ്ട്. നേരത്തെ ശ്രീ ഉണ്ണികൃഷ്ണൻ പറഞ്ഞതുപോലെ ഒരു സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തനം നടത്തിയ കാരൂർ തീർച്ചയായും ജീവിതത്തിൻ്റെ സാഹിത്യേതരമായ കാര്യങ്ങളെക്കുറിച്ച് വളരെ ശ്രദ്ധയോടുകൂടി നോക്കി കണ്ടിട്ടുള്ള ആളാണ്. ആ ജീവിതം എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കഥകളിൽ അന്നത്തെ സാമൂഹ്യ ജീവിതത്തിൻ്റെതായ എല്ലാ പ്രതിസന്ധികളും കടന്നു വരുന്നുണ്ട്. അത് സാമ്പത്തിക ആയിട്ടുള്ള കാര്യമാകാം, സാമൂഹ്യമായിട്ടുള്ള മറ്റ് ചില കാര്യങ്ങളാകാം, ഉച്ചനീചത്വം, ജാതി തുടങ്ങിയിട്ടുള്ള ചില പ്രശ്നങ്ങളാകാം, പ്രണയത്തിൻ്റെ വിഷയങ്ങളാകാം, മാറ്റി നിർത്തപ്പെടലിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളാകാം. എന്തുതന്നെ ആയാലും അതിൽ തൻ്റെതായ ഒരു മുദ്ര പതിപ്പിക്കാൻ കാരൂരിന് സാധിച്ചിട്ടുണ്ട്. എന്നാൽ കാരൂർ കഥകൾ വളരെ ഗൗരവത്തോടുകൂടി വായിക്കുകയും വായിച്ചതിന് ശേഷം മടക്കി വെക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അങ്ങനെ ഇടയ്ക്കൊന്ന് നുരയിട്ട് പൊന്തുന്ന ചില ചോദ്യങ്ങൾ ഉണ്ടാകാം. അത് എക്കാലത്തെയും ചില സാമൂഹിക നീതി സംബന്ധമായിട്ടുള്ള ചോദ്യങ്ങളാണ് തന്നെ. എന്തുകൊണ്ട് മനുഷ്യൻ മാറ്റി നിർത്തപ്പെടുന്നു? എന്തുകൊണ്ട് സ്ത്രീ ജീവിതം ഇങ്ങനെയായിത്തീരുന്നു? എന്തുകൊണ്ട് എല്ലാ കാലത്തും പ്രണയം നിരസിക്കപ്പെടുന്നു? ഇങ്ങനെയുള്ള എല്ലാ സന്ദർഭത്തിലും എല്ലാ മനുഷ്യരെയും ബാധിക്കുന്ന ചില ചോദ്യങ്ങൾ ചോദിക്കാൻ കാരൂർ കഥകൾ നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട്. യുക്തി എന്നുള്ള ഒരു വിഷയമെടുക്കുമ്പോൾ അതിൽ യുക്തിഹീനതയുടേതായിട്ടുള്ള ഒരു വലിയ തലവും കൂടിയുണ്ട്. നമ്മൾ യുക്തി കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, യുക്തിഹീനത കൊണ്ടും കൂടിയാണ്. അല്ലെങ്കിൽ തികച്ചും യുക്തിഭദ്രമായിട്ടുള്ള ഒരു ജീവിതം നമുക്കാർക്കും സാധ്യമല്ല. ഒരു കാലഘട്ടത്തിൽ അന്ധവിശ്വാസങ്ങൾ കൊടുകുത്തി വാണിരുന്ന കാലഘട്ടത്തിൽ എല്ലാ തരത്തിലുമുള്ള മനുഷ്യത്വ സംബന്ധമായിട്ടുള്ള കുറേ കെടുതികളൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അതിനെയൊക്കെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒരു വലിയ ചാട്ടുളിയായി പ്രവർത്തിച്ച എഴുത്തുകാരുണ്ട്. പൊൻകുന്നവർക്കിയെ പോലെയുള്ള എഴുത്തുകാരെയൊക്കെ നമുക്കറിയാം. പൊൻകുന്നവർക്കിയുടെ ശബ്ദിക്കുന്ന കലപ്പ തുടങ്ങിയിട്ടുള്ള കഥകളൊക്കെ നമുക്ക് എല്ലാ കാലത്തും നമ്മളത് കോട്ട് ചെയ്യുന്ന കഥകളാണ് അല്ലേ. നമ്മളതിൽ നിന്നും ഓരോ സന്ദർഭത്തെയും നമ്മൾ ഉദ്ധരിക്കാറുണ്ട്. എന്നാൽ അങ്ങനെ കാര്യമായൊന്നും ഉദ്ധരിക്കപ്പെടാതെ എപ്പോഴും നമുക്ക് മുന്നിൽ ഒരു ചോദ്യം എഴുതുകൊണ്ടിരുന്ന ചില കഥകൾ കാരൂർ എഴുതിയിട്ടുണ്ട്. അതുപോലെ വിശ്വാസം എന്നുള്ളത് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ജീവിത സംബന്ധമായിട്ടുള്ള വിശ്വാസങ്ങളാണ്. അതിൽ നീതിയുടെ കാര്യങ്ങളുണ്ട്, സാമൂഹികമായിട്ടുള്ള അസമത്വങ്ങളുടെ പ്രശ്നങ്ങളുണ്ട്, മനുഷ്യർ നേരിടുന്ന വെല്ലുവിളികളുടെ കാര്യങ്ങളുണ്ട്. ഓരോ കാലഘട്ടത്തിലും ഉയർന്നു വരുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അതിൽ ഏറ്റവും മാരകമായിട്ടുള്ള ഒരു പ്രശ്നം മരണം തന്നെയാണ്. മരണവും ജീവിതവും ഒക്കെ എങ്ങനെയാണ് നമ്മയൊക്കെ ബാധിക്കുന്നത്? ജീവിതത്തിൽ യാതൊരു രക്ഷയുമില്ലാതെ എല്ലാ ആശകളും നശിച്ചു പോയ ഒരു മനുഷ്യൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇതൊക്കെ തന്നെ നമ്മുടെ വിശ്വാസത്തെ ആശ്രയിച്ചിരിക്കുന്ന ചില കാര്യങ്ങളാണ്. അത് കാരൂർ എങ്ങനെയാണ് തൻ്റെ കഥകളിലൂടെ ആവിഷ്കരിച്ചിട്ടുള്ളത്? ഇത്തരം ചില കാര്യങ്ങളാണ് ഇന്നിവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ അതിനെക്കുറിച്ച് പറയാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരൂരിൻ്റെ പേരക്കുട്ടിയായ വേണു
ക്യാമറാമാൻ വേണു ഒരു സന്ദർഭത്തിൽ പറഞ്ഞിട്ടുണ്ട്, MTK കാരൂര് എങ്ങനെയായിരുന്നു എന്നുള്ളൊരു ചോദ്യത്തിന് മറുപടി ആയിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. പെരുന്തച്ചൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് പെരുന്തച്ചനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പെരുന്തച്ചൻ ദേവീ വിഗ്രഹം ഉണ്ടാക്കുകയാണ്. ഉണ്ടാക്കുന്ന ദേവീ വിഗ്രഹങ്ങളെല്ലാം തന്നെ തമ്പുരാട്ടിയുടെ രൂപസാദൃശ്യത്തിലാണ്. തമ്പുരാട്ടിയെയാണ് ആ വിഗ്രഹത്തെ കാണാൻ പറ്റുക ഏതുണ്ടാക്കിയാലും. ആ ഒരു സന്ദർഭത്തെ കുറിച്ച് വേണു MTയോട് പറഞ്ഞു അത്രേ, ഇത് പാബ്ലോ പിക്കാസോ തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ഒരു വിഷയം പോലെയാണ്. പിക്കാസോ തൻ്റെ അവസാന കാലഘട്ടത്തിൽ രചിച്ചിരുന്ന മനുഷ്യ ചിത്രങ്ങളിലൊക്കെയും അദ്ദേഹത്തിൻ്റെ മുൻ കാമുകിയുടെ ഛായയാണ് ഉണ്ടായിരുന്നത്. ആരെ വരച്ചാലും ആ കാമുകിയായി മാറും, ഏത് രീതിയിൽ വരച്ചാലും കാമുകിയായി മാറും. അത് വേണു പറഞ്ഞപ്പോൾ MT പറഞ്ഞു അത്രേ, ഈ കാര്യത്തിന് പിക്കാസോയിലേക്കൊന്നും പോകണ്ട, കാരൂർ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. കാരൂരിൻ്റെ മരപ്പാവകൾ എന്ന കഥയാണ്. താൻ ഉണ്ടാക്കുന്ന എല്ലാ കൃഷ്ണ ശില്പങ്ങളും താൻ ഒരു കാലത്ത് കൃഷ്ണനെ പോലെ ആരാധിച്ചിരുന്ന സ്നേഹിച്ചിരുന്ന വ്യക്തിയുടേതായി പോകുന്നുവെന്ന് മനസ്സിൽ ഒരു പാതി പരിഭവം പറഞ്ഞ നളിനി MTയുടെ മനസ്സിൽ അപ്പോഴും ഉണ്ട്. നളിനിയെ ആരാണ് മറക്കുക അല്ലേ? എന്യൂമറേറ്റർ നളിനിയോട് ചോദിക്കുന്ന ചോദ്യവും അവരതിന് തിരിച്ചു കൊടുക്കുന്ന ഉത്തരവൊക്കെ നമ്മുടെ മനസ്സിൽ അങ്ങനെ എല്ലാ കാലത്തേക്കുമായി മുദ്രണം ചെയ്തിട്ടുള്ളതാണ്. ഇതാണ് കാരൂരിൻ്റെ ഒരു സിദ്ധി വൈഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മലയാളത്തിൻ്റെതായിട്ടുള്ള എഴുത്തുകാർക്ക് അത്ര വലിയ ഒരു എന്താണ് വ്യക്തിത്വത്തെ രൂപപ്പെടുത്താനൊന്നും സാധിക്കില്ല എന്ന ഒരു തോന്നലുണ്ടായ കാലഘട്ടത്തിലാണ് കാരൂരിനെ പോലെയുള്ളവരൊക്കെ ഇത്തരം കഥകളൊക്കെ എഴുതിയത്. കാരൂർ മാത്രമല്ല, ഇവിടെ അദ്ദേഹത്തിന് സമശീർഷരായ മറ്റ് പല കഥയെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്. ഇവിടെ കാരൂരിനെ കുറിച്ച് മാത്രമായി എടുത്തു പറയുന്നു എന്നേയുള്ളൂ. ഇങ്ങനെ വളരെ വ്യത്യസ്തമായ രീതിയിൽ ആന്തരിക ഭാവങ്ങളെ ചിത്രീകരിക്കുന്ന കാരൂർ കഥകളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ നാനാ തരത്തിലുള്ള ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, വെല്ലുവിളികൾ, ഉല്ലാസപ്രദമായ രീതിയിൽ ആ വെല്ലുവിളികൾ നേരിടുന്ന കാര്യങ്ങൾ ഇതെല്ലാം തന്നെ നമുക്ക് കാണാൻ പറ്റും. 217 ചെറുകഥകൾ ആണ് പ്രധാനമായും ഉള്ളത്. അതിൽ കൂടുതൽ കുറച്ചും കൂടിയൊക്കെ ഉണ്ട് എന്നാണ് തോന്നുന്നത്. പിന്നെ 2 നോവലുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ഹരിയും ഗൗരിയും. നിർഭാഗ്യവശാൽ അല്ലെങ്കിൽ ഭാഗ്യവശാൽ ആ നോവലുകൾ അത്രയൊന്നും ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. കാരണം ആ ഒരു കഥ എഴുത്തുകാരനാണ്. കഥ എന്നുള്ളൊരു ക്യാൻവാസിലാണ് അദ്ദേഹം ഏറ്റവും ഭംഗിയായിട്ട് അദ്ദേഹത്തിന് എഴുതാൻ സാധിക്കുക എന്നുള്ളത് കൊണ്ടാകാം. ഈ കഥകളിലെ ചില പ്രധാനപ്പെട്ട കഥകളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. ഈ യുക്തി സംബന്ധമായിട്ടുള്ള ഇതിൽ ഓരോ വിഭാഗത്തിലുമുള്ള 2 കഥകളെ കുറിച്ച് ഞാനൊന്ന് പ്രത്യേകമായിട്ട് എടുത്തു പറയാം. അത്തരത്തിലുള്ള കഥകൾ ധാരാളം ഇനിയും നമുക്ക് കാണാൻ സാധിക്കും. അത് കണ്ടുപിടിക്കേണ്ടത് സദസ്സിൻ്റെയും വേദിയുടെയും ഉത്തരവാദിത്വമാണ്. കാവടി എന്ന് പറഞ്ഞ ഒരു കഥ നിങ്ങൾ എത്ര പേര് വായിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാൻ വയ്യ. കാരൂരിൻ്റെ കാവടി എന്നൊരു കഥ. കാവടി എടുക്കാൻ അല്ലാതെ മോഹിച്ച ഒരു കുട്ടിയുടെ കഥയാണ്. കാവടി എടുത്ത് ഇങ്ങനെ തുള്ളി ഇങ്ങനെ ഒക്കെ ചെയ്യില്ലേ. കാവടി സീസൺ ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പോൾ നമ്മുടെ കുട്ടികൾ ഇപ്പോൾ ഇത്തരത്തിലുള്ള സാമൂഹ്യമായ അല്ലെങ്കിൽ അനുഷ്ഠാനപരമായ അല്ലെങ്കിൽ ആചാരപരമായ ഉത്സവ സംബന്ധമായിട്ടുള്ള കൗതുകങ്ങളിലൊന്നും അധികം അഭിരമിക്കുന്നില്ല എന്ന് നമുക്കറിയാം അല്ലേ. നമ്മുടെ കുട്ടികൾക്ക് കൂടുതൽ ഫോണാണ് താല്പര്യമുള്ളത്. ഫോണിലൂടെ അവർക്ക് എല്ലാ ലോകങ്ങളിലേക്കും എത്താൻ സാധിക്കുന്നുണ്ട്. എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു വിസ്മയ ലോകം. അതിൻ്റെ സാധ്യതകളെ കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത്. അത് തെറ്റല്ല, ഈ ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമാണത്. എങ്കിൽ പോലും ഒന്ന് നേടുമ്പോൾ, ഒന്നുണ്ടാകുമ്പോൾ മറ്റൊന്ന് നമുക്ക് നഷ്ടമാകുമല്ലോ.
അങ്ങനെ നഷ്ടമാകുന്ന ഒരു കാര്യം എന്നുള്ളത് കാര്യം കഥകളിൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് അറിയാൻ പറ്റും. പണ്ടത്തെ ഓണവും വിഷുവും തിരുവാതിരയും സ്കൂൾ അടപ്പും ക്രിസ്തുമസും പുതുവർഷവും ഒക്കെ എങ്ങനെയായിരുന്നു കുട്ടികളെ ഏശിയിരുന്നത് എന്ന് കാര്യകഥയിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കാവടി എന്ന കഥ, കാവടിയിലെ ഈ പാല് നിറക്കി ഈ മൊന്തയിൽ പാല് നിറച്ചിട്ടുള്ള ഒരു കാവടി എടുപ്പുണ്ട്. തലേ ദിവസം നിറച്ചിട്ട് അത് പിറ്റേ ദിവസമാണ്. നമുക്ക് അറിയാത്ത ചില കാര്യങ്ങൾ കൂടി അറിയാൻ പറ്റും ഇങ്ങനെയുള്ള പഴയ എഴുത്തുകാരുടെ കഥകളൊക്കെ വായിക്കുമ്പോൾ. പിന്നെ അത് കാവടിയൊക്കെ തുള്ളിക്കഴിഞ്ഞ് ആ മൊന്ത ഇങ്ങനെ അഴിച്ചു നോക്കും. കാവടിയിലെ മൊന്ത അഴിച്ചു നോക്കുമ്പോൾ പലതരം കാവടികളുണ്ട്. പനിനീർ കാവടി എന്നൊക്കെ പാട്ടിലൊക്കെ അത് കേട്ടിട്ടുണ്ട്. പക്ഷേ ശരിക്കും അത് പണ്ട് കൃത്യമായിട്ട് അത് ആ കാവടി ആടിയിരുന്നു. ഇപ്പൊ പനിനീർ കാവടിയുണ്ട്, പാൽക്കാവടിയുണ്ട്, പുഷ്പക്കാവടിയുണ്ട്. അത് തന്നെ പലതരത്തിലുള്ള പുഷ്പങ്ങൾ വെച്ചിട്ടുള്ള കാവടിയുണ്ട്. ചിലതിൽ മയിൽപ്പീലി ആയിരിക്കും കാര്യമായിട്ടുണ്ടാവുക, അങ്ങനെയൊക്കെ. അപ്പോൾ അന്നത്തെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നത് നല്ല ഈ ഇതൊക്കെ എന്താ പറയുക, ഭക്തിപൂർവം എല്ലാ നോയമ്പും ഒക്കെ കൃത്യമായിട്ട് എടുത്തിട്ട് കാവടി ആടിയാൽ മാത്രമേ ഈ പാൽ മൊന്തയുണ്ടല്ലോ അതിലെ പാല് ചീത്തയാവാതിരിക്കുള്ളൂ. അപ്പോൾ പാൽമൊന്ത എടുക്കുന്ന ഒരു കുട്ടി സത്യത്തിൽ ഒരു പരീക്ഷണത്തിന് വിധേയനാവുകയാണ്. ആ കുട്ടിയുടെ ഭക്തി എങ്ങനെയാണ് എന്നുള്ള ഒരു ഉരകല്ലായിട്ട് മാറുകയാണ് സത്യത്തിൽ ആ ഒരു മൊന്ത. അപ്പൊ പിറ്റേ ദിവസം ഈ കാവടിയെ കാടി കഴിഞ്ഞാൽ അത് തുറന്നു നോക്കും. അപ്പോൾ കഥയിലെ ഒരു കുട്ടി, ആ കുട്ടിയുടെ പേര് ഞാൻ മറന്നു, കഥയിലെ കുട്ടിക്ക് പേരില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ. ഈ കുട്ടിക്ക് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമാണ് കാവടി എടുക്കണമെന്ന്. ഇങ്ങനെ പൂക്കാവടിയൊക്കെ എടുത്ത് ഇങ്ങനെ ഗംഭീരമായിട്ട് ഇങ്ങനെ ആഘോഷിച്ച് ഇങ്ങനെ നടക്കാനും ആ കാവടി എടുത്ത് അങ്ങനെ എല്ലാവരുടെയും ബഹുമാന ആദരവുകളൊക്കെ സ്നേഹവും ഒക്കെ സമ്പാദിച്ചുകൊണ്ട് അങ്ങനെ ഒരു ഉത്സവ പരിപ്രേക്ഷ്യത്തിൽ അങ്ങനെ നിൽക്കാനും ആ കുട്ടിക്ക് ഭയങ്കര മോഹം. അപ്പൊ അത് അറിഞ്ഞപ്പോൾ ആദ്യം അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞത് അതൊക്കെ നല്ല ഭക്തിയോട് കൂടി ചെയ്യുന്ന ആർക്കേ പറ്റുള്ളൂ, അത് വേണ്ട എന്നാണ്. അപ്പൊ കുട്ടി വാശി പിടിക്കുകയാണ്, എനിക്ക് കാവടി എടുക്കണം. സാധനം സമ്മതിക്കുന്നു. കാവടി എന്നിട്ട് അച്ഛൻ കാവടി ഉണ്ടാക്കി കൊണ്ട് വെച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ്. അത് നിങ്ങളെ കഥ വായിക്കുമ്പോൾ കൃത്യമായിട്ട് അറിയല്ലോ, ഞാൻ അവിടുന്ന് ഇവിടുന്ന് ഓരോ ഭാഗങ്ങൾ മാത്രമേ പറയുള്ളൂ. കുട്ടി ചെന്ന് നോക്കുന്ന സമയത്ത് അവൻ കാണുന്നത് ഒരു ഭയങ്കര, അവന്റെ തോള് നുറുങ്ങി പോകത്തക്ക വിധത്തിലുള്ള വലിയൊരു കാവടിയാണ്. അതെടുത്താൽ തന്നെ പൊന്തില്ല എന്നുള്ള പോലെയാണ്. മാത്രമല്ല ഈ പളനിയിൽ ഭണ്ഡാരങ്ങൾ പോകുന്ന പോലെ എന്നാണ് ഈ കുട്ടി പറയുന്നത്. പളനിയിൽ പോകുന്നത് നിന്നാണ് ഈ കാവടിയെടുപ്പ് എന്നുള്ളൊരു ആചാരം ഇവിടെ ഉണ്ടായതെന്ന് അച്ഛൻ പറയുകയും ചെയ്യുന്നു. എന്തായാലും കൂട്ടുകാരൻ വളരെ ചെറിയ മനോഹരമായിട്ടുള്ള ഒരു പുഷ്പക്കാവടിയാണ് എടുക്കുന്നത് എന്നുകൂടി അറിഞ്ഞപ്പോൾ ഇവന് വല്ലാത്ത പ്രയാസമാകുന്നു. അങ്ങനെ എന്തായാലും കാവടി എടുത്തു തുടങ്ങിയാൽ പിന്നെ എടുക്കണമെന്നുള്ള ഒരു കാര്യത്തിലേക്ക് വന്നാൽ പിന്നെ അതൊന്ന് തിരിഞ്ഞു പോകാൻ പറ്റില്ലല്ലോ. പിറ്റേ ദിവസം കാവടിയൊക്കെ ആടി ഒട്ടും ഉത്സാഹമില്ലാതെ അങ്ങനെയാണ് ഇത് ഒക്കെ ചെയ്ത് അവസാനിപ്പിച്ചത്. അപ്പൊ അതിനുശേഷം ആ കാവടി മൊണ്ട അഴിച്ചപ്പോൾ ഈ കുട്ടിയുടെ കുഴപ്പമൊന്നുമില്ലല്ലോ, പനിനീർ കാവടിയാണ്, പ്രശ്നമൊന്നുമില്ല. പക്ഷെ കൂട്ടുകാരനുണ്ടല്ലോ, മനോഹരമായ പുഷ്പക്കാവടിയില് നിറച്ചത് പാലായിരുന്നു. അത് തുറന്നു നോക്കിയപ്പോൾ അത് കേടായിട്ടുണ്ട്, പാല് തൈരായി മാറിയിട്ടുണ്ട്. ഉടനെ എല്ലാവരും കൂടി കണ്ടില്ല, ഇവനെ കണ്ടുപറ്റിക്കുക, അവൻ കൊണ്ടിൽ അത്ര ഭംഗിയായിട്ടാണ് അവൻ വ്രതമെടുത്തത്. നിന്റെ ഭക്തി ശരിയല്ല, നീ വ്രതമെടുത്തത് ശരിയായിട്ടല്ല, അതുകൊണ്ടാണ് ഇത് മോരായി മാറിയത് എന്ന് ഒരു ഇകഴ്ത്തലുണ്ടായി. അതുവരെ സങ്കടപ്പെട്ട് നിന്നിരുന്ന ഈ കുട്ടിക്ക് അതോടുകൂടി ഭയങ്കര സന്തോഷമാവുകയാണ്. അവൻ വിജയിച്ച മട്ടാവുകയാണ്. ഈ കുട്ടികളുടെ ആ ഒരു മനഃശാസ്ത്രം ഉണ്ടല്ലോ, അത് വളരെ ഭംഗിയായിട്ട് കഥകളിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അവനങ്ങനെ സന്തോഷമായിട്ട് ഇങ്ങനെ വലിയ ഒരു വിജിഗീഷുവിനെ പോലെ ഇങ്ങനെ നടക്കുകയാണ്. എന്നിട്ട് അഭിനന്ദനം ഏറ്റുവാങ്ങാൻ വേണ്ടി കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. കാരണം അവിടെ നിന്നും സ്വീകരണം കിട്ടണമല്ലോ, നീ എത്ര ഭക്തനാണ് എന്നൊക്കെയുള്ള ഇത് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ചെല്ലുകയാണ്. ഇവൻ ചെല്ലുന്ന സമയത്ത് കൂട്ടുകാരൻ്റെ അമ്മ മകളെ, അതായത് കൂട്ടുകാരൻ്റെ പെങ്ങളെ വഴക്ക് പറയുന്നതാണ് കേൾക്കുന്നത്. എല്ലാ കാര്യത്തിനും എൻ്റെ തന്നെ കയ്യിൽ ചെല്ലണമെന്ന് വെച്ചാൽ, കയ്യും കണ്ണും ചെല്ലണമെന്ന് വെച്ചാൽ വലിയ കഷ്ടമാണ്. ഈ കാവടി എടുക്കാനുള്ള മൊന്ത ചാരം കൊണ്ട് തേക്കരുതെന്ന് ഇതുവരെ നിനക്ക് അറിയില്ലേ എന്നുള്ള ചോദ്യത്തിലാണ് ആ കഥ അവസാനിക്കുന്നത്.
അപ്പം മൊന്തയിലെ പാല് ചീത്തയാവുന്നത് ഭക്തി ഇല്ലാഞ്ഞിട്ടല്ല എന്നും, ആ മൊന്ത ചാരം കൊണ്ട് തേച്ചാൽ അതിലെ പൊട്ടാഷ് പ്രവർത്തിച്ചിട്ട് ആ പാല് മോരായിട്ട് മാറുകയും ചെയ്യും എന്നുള്ള ഗംഭീരമായിട്ടുള്ളൊരു യുക്തിബോധത്തെയാണ് കാരൂർ അവിടെ കൊണ്ടുവച്ചത്. ഭക്തിയില്ല എന്നുള്ള പേരിൽ പലരുടെയും ഇത്തരത്തിലുള്ള പ്രകടനങ്ങളെ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളെയൊക്കെ തള്ളിക്കളയുന്ന ഒരു സമൂഹത്തെ എത്ര ഭംഗിയായിട്ടാണ് കാരൂർ അതിൽ വിമർശിച്ചത്. കാരണം ഇതില് ഭക്തിയുടെ കാര്യമൊന്നുമില്ല, എല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്യുക. പക്ഷേ പാൽക്കാവടിയാണ് എടുക്കുന്നതെങ്കിൽ മൊന്ത കഴുകുന്നത് വൃത്തിയായിട്ട് തന്നെ വേണം, അത് ചാരം കൊണ്ട് കഴുകരുത് എന്നൊരു കാര്യമാണ് അവിടെ പറഞ്ഞു വെച്ചത്. നമ്മുടെ സമൂഹം ഏറ്റെടുത്തിട്ടുണ്ടോ ഈ ഒരു കഥയെ? ഇല്ല എന്നുള്ളതാണ് ഉത്തരം. അതുപോലെ തന്നെയാണ് മുടിഞ്ഞ വീട് എന്നുള്ള കഥ. മുടിഞ്ഞ വീട് ഈ വീടിൻ്റെ ദോഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വീട് വാങ്ങാൻ വന്ന ഒരു കുടുംബത്തെ കുറേ പേര് പിന്തിരിപ്പിക്കുന്നതാണ്. അതിൽ പ്രധാനമായിട്ടും വീട് വാങ്ങിച്ചു കഴിഞ്ഞു ഒരു വയസ്സായിട്ടുള്ളൊരു വല്യമ്മ എപ്പോഴും അത് ഇവിടെ ഭൂതപ്രേതങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യാണ്. അതിൽ അവരുടെ വാക്കുകളിൽ വീണ് ആ വീട് വാങ്ങാതിരിക്കുന്നതാണ് ഇവരുടെ തീരുമാനമെങ്കിൽ കാരൂർ കഥയ്ക്ക് മറ്റൊരു തലമാവുമായിരുന്നു. പക്ഷേ കഥയിൽ അങ്ങനെയല്ല സംഭവിക്കുന്നത്. വല്യമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ആ ഗൃഹനായകൻ അത് മുന്നോട്ട് വന്ന് വീട് വാങ്ങിക്കാമെന്നുള്ള ഉറപ്പിൽ തന്നെ എത്തുകയും വീട് വാങ്ങിക്കുക. പിന്നീട് അയാളുടെ ഭാര്യയെ ഈ വല്യമ്മ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തുകയാണ്, ഇവിടെയുള്ള പ്രേതങ്ങളുടെ ഒക്കെ കഥ പറഞ്ഞിട്ട്. ആ സ്ത്രീ സ്വാഭാവികമായിട്ടും വല്ലാതെ പേടിക്കുന്നു. അങ്ങനെ 3-4 ദിവസം കഴിയാണ്. പ്രേതം വരികയാണെങ്കിൽ വരട്ടെ, നമുക്കൊന്ന് കാണാം എന്ന മട്ടിലാണ് ഇയാൾ. ഒരു 5-6 ദിവസം കഴിയുമ്പോൾ ഈ സ്ത്രീ തന്നെ പറയുകയാണ്, ആ വല്യമ്മ നമ്മുടെ ഈ വീട് വാങ്ങാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ തന്ത്രങ്ങളും പയറ്റുകയായിരുന്നു. ഇവിടെ ഭൂതവും പ്രേതവും ഒന്നുമില്ല. മനുഷ്യ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് ജീവിച്ചു പോവുക മാത്രമേ വേണ്ടൂ. നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് തടസ്സമായിട്ട് വരുന്നത് ഇങ്ങനെയുള്ള ചില ഏഷണിക്കാരാണ്. ശരിക്കും ഭൂതവും പ്രേതവും ഇല്ല എന്ന് ആ സ്ത്രീ തന്നെ പറയുന്നിടത്താണ് കഥ അവസാനിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കാരൂർ ഈ കഥ എഴുതുന്ന സമയത്ത് കോവൂരൊക്കെ സമൂഹത്തിൽ, കേരള സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന അന്ധവിശ്വാസങ്ങളെ കുറിച്ചുള്ള സചിത്ര ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന കാലമാണ്. ധാരാളം വീടുകളിൽ ഇങ്ങനെ പ്രേതബാധ ഉണ്ടാകുന്നു, പലതരത്തിലുള്ള അനിഷ്ടങ്ങൾ ഉണ്ടാകുന്നു, വളരെ പ്രശ്നങ്ങളുള്ള ചില ശബ്ദങ്ങളൊക്കെ എവിടെ നിന്നൊക്കെയോ കേൾക്കുന്നു, അശരീരികൾ, ഭീകരമായിട്ടുള്ള അശരീരികളൊക്കെ കേൾക്കുന്നു എന്നൊക്കെയുള്ള പല സംഭവങ്ങൾ, കേസുകൾ ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെ ചെന്ന് അതിനെ ശാസ്ത്രീയമായി അപഗ്രഥിച്ചുകൊണ്ട് അതൊക്കെ തന്നെ മനസ്സിൻ്റെ ദൗർബല്യങ്ങളാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതും ഇതുമായി തീർച്ചയായും നമ്മൾ ബന്ധിപ്പിച്ച് നോക്കുക തന്നെ ചെയ്യണം. ഇങ്ങനെ കാരൂർ കഥകളിൽ ധാരാളം മറ്റൊരു പ്രധാനപ്പെട്ട കഥ, അത് യുക്തിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതല്ലെങ്കിൽ പോലും ഇവിടെ പരാമർശിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. സമൂഹത്തിൻ്റെ ചില എല്ലാ കാലത്തും നിലനിൽക്കുന്ന ചില പ്രശ്നങ്ങളെ കാരൂർ എങ്ങനെയാണ് വ്യത്യസ്തവും ധീരവുമായ രീതിയിൽ നോക്കി കണ്ടത് എന്ന്. ഒടുവിലത്തെ മകൻ എന്ന ഒരു കഥയുണ്ട്. ഒടുവിലത്തെ മകൻ, ഈ കഥ ഞാൻ മുമ്പേ വായിച്ചിട്ടുണ്ട്. പക്ഷേ എതിര് ഉണ്ടല്ലോ, കുഞ്ഞാമൻ എഴുതിയ എതിര്, നിര്യാതനായ യശശരീരനായ കുഞ്ഞാമൻ എഴുതിയ എതിര് എന്ന കഥ വായിച്ചപ്പോൾ ഞാൻ കാരൂരിൻ്റെ ഈ കഥയെ ഓർത്തു. കാരണം ഇത് ഒരു നായർ സമുദായത്തിൽപ്പെട്ട ഒരു പതിച്ചിയുടെ അല്ലെങ്കിൽ വയറ്റാട്ടിയുടെ കഥയാണ്. പതിച്ചി എന്ന് പറയുമല്ലോ, വയറ്റാട്ടി എന്ന് പറയുമല്ലോ, പ്രസവം എടുക്കുന്ന സാധാരണഗതിയിൽ അത് ചില നമ്മുടെ കേരളത്തിൻ്റെ പഴയൊരവസ്ഥയിലെ തൊഴിൽ സംബന്ധമായിട്ടുള്ള ഒരു ജാതി വിഭജനം കൃത്യമായിട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ പതിച്ചിയായിട്ട് വരുന്ന സ്ത്രീകൾ ചില പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവർ മാത്രം ആണ്. ഇവിടെ നങ്ങേലി അമ്മ ആണ് പതിച്ചിയായിട്ട് മാറുന്നത്, അത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവർ ഗർഭിണിയായി പ്രസവിച്ച സമയത്ത് കൃത്യമായ ശുശ്രൂഷ ലഭിക്കാതിരുന്നുകൊണ്ട് മാത്രം അവരുടെ കുട്ടി മരിച്ചുപോയി, വയറ്റിൽ വെച്ച് തന്നെ മരിച്ചുപോയി.
അപ്പോൾ ആ സ്ത്രീ ചിന്തിക്കുകയാണ്, ഇനി ഞാൻ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ പെട്ട് വിഷമിക്കുന്ന, അതായത് ഗർഭിണികളുടെ ഒക്കെ ജീവിതത്തെ സഹായിക്കാൻ വേണ്ടിയാണ് ഇനി ഞാൻ ജീവിക്കുന്നത്. അതിനു വേണ്ടി ഇത് ഏത് കാലഘട്ടത്തിൽ എഴുതുന്ന കഥയാണ് എന്ന് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. 1960 മറ്റോ ആണ് ഇത് എഴുതുന്നത് എന്ന് തോന്നുന്നു. ആ കാലഘട്ടത്തിൽ വയറ്റാട്ടിമാർ അതിപ്രാകൃതമായ ചില വിശ്വാസങ്ങളുമായിട്ടാണ് തങ്ങളുടെ ജോലി ജീവിതം തുടങ്ങുന്നത്. പക്ഷെ കുറെ കഴിയുമ്പോൾ അനുഭവം കൊണ്ട് അവർ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നു. അങ്ങനെ സാമാന്യ തൃപ്തികരമായ യുദ്ധത്തിൽ കേരളീയ അന്തരീക്ഷത്തിലെ പ്രസവങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇവർ തൻ്റെ ജീവിതത്തിൽ പിന്നെ പഠനത്തിന് വേണ്ടി നീക്കിവെക്കുകയാണ്. എങ്ങനെയാണ് ഒരു നല്ല വയറ്റാട്ടിയാവേണ്ടത്, ഈ കുഞ്ഞിനെ, നവജാത ശിശുവിനെ എങ്ങനെയാണ് പുറത്തേക്ക് എടുക്കേണ്ടത്, പ്രസവത്തിന്റെ സമയത്ത് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകാൻ സാധ്യത, ഈ പൊക്കിക്കൊടി മുറിക്കേണ്ടത് എങ്ങനെയാണ് കൃത്യമായ വിധത്തിൽ യാതൊരു പ്രശ്നവും ഇല്ലാതെ, എന്തൊക്കെ മരുന്നുകളാണ് പിന്നെ കൊടുക്കേണ്ടത്, എന്തൊക്കെ തരത്തിലുള്ള വേദുവെള്ളമാണ് ഉണ്ടാക്കേണ്ടത്. ഇപ്പൊ വേദുവെള്ളം എന്നുള്ള വാക്കൊക്കെ അപ്രസക്തമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. ഏതെല്ലാം തരത്തിലുള്ള ശുശ്രൂഷ വേണ്ടെന്നാണല്ലോ ഇപ്പോഴത്തെ ഒരു സിദ്ധാന്തം. അപ്പോൾ അന്നാണെങ്കിൽ ശുശ്രൂഷ വേണം എന്നുമാണ്. അപ്പൊ ആ കാലഘട്ടത്തിൽ അവർ അതിന് എന്തൊക്കെ തരം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഇതിനെ അവർ പഠിച്ചെടുത്ത് നല്ലൊരു വയറ്റാട്ടിയായിട്ട് മാറുകയാണ്. അവരെ ധാരാളം പേരങ്ങനെ പ്രസവ സമയത്ത് വിളിക്കുകയോ ഒക്കെ ചെയ്യുന്നു. അങ്ങനെ ആ നാടിന്റെ ഒരു വയറ്റാട്ടിയായിട്ട് മാറുകയാണ്. പക്ഷേ ഒരു സന്ദർഭത്തിൽ അവർക്ക് മനുഷ്യരായിട്ടാണ് എല്ലാവരെയും ഒരേപോലെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ കുളിക്കടവിൽ ഒരു സന്ദർഭത്തിൽ കുളിക്കാൻ വേണ്ടി പോയപ്പോൾ ചെറുമിയായിട്ടുള്ള തിരുമ എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്, ഗർഭിണിയായിട്ടുള്ള കുട്ടിയുടെ പേര്. അതിൻ്റെ അമ്മയെ കാണുകയാണ്. അമ്മയെ കാണുമ്പോൾ ഈ മകളുടെ തിരുമയുടെ കാര്യം ചോദിക്കുകയാണ്. അപ്പോൾ പറയുകയാണ്, അവൾ നിറവയറായിട്ട് ഇരിക്കുകയാണ്, എപ്പോൾ വേണമെങ്കിലും പെറാം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ തിരിച്ച് അവർ കുളി കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് ഓർക്കണം, കുളിക്കടവിൽ ഒരു പുലയെ നേരിട്ട് കാണാൻ പോലും താല്പര്യം ഈ ജാതി സമൂഹത്തിന് തോന്നാത്ത ഒരു കാലഘട്ടത്തിലാണ് നങ്ങേലിയമ്മയെ കാരു സൃഷ്ടിക്കുന്നത്. അപ്പോൾ കുളി കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് ഈ തിരുമയുടെ കുടിലിന്റെ മുന്നിൽ കൂടിയാണ് പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ തിരുമയുടെ കരച്ചിലൊക്കെ കേൾക്കുന്നുണ്ട്. അമർത്തിയ ഒരു ശബ്ദം ഒക്കെ കേൾക്കുന്നുണ്ട്. ഉറക്കമുള്ള നിലവിലെയല്ല, വേദനയുടെ ഞരക്കങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. നങ്ങേലി അമ്മ ഒട്ടും മടിക്കുന്നില്ല. ആ കുടിലിനുള്ളിലേക്ക് കയറുകയാണ്. കയറിയിട്ട് അവിടെയുള്ള വൃത്തിഹീനമായിട്ടുള്ള അന്തരീക്ഷമാണെന്ന് പറയുന്നുണ്ട്. കാരണം അവർക്ക് യാതൊരു തരത്തിലുള്ള കഴിവുള്ളവരല്ല. ആകെ ചെടിയൊക്കെ ആയിട്ട് കിടക്കുന്ന സ്ഥലമാണ്. ആ ഉള്ള സ്ഥലത്തെ കഴിവതും വൃത്തിയുള്ള ഒരു രീതിയിലേക്ക് ആക്കിക്കൊണ്ട് നങ്ങേലി തിരുമയുടെ പ്രസവം എടുക്കുക. അതിനൊരു ആൺകുട്ടി ഉണ്ടാകുന്നു. അതിനെ കുളിപ്പിക്കലും ഒക്കെ ഇവർ തന്നെയാണ് ചെയ്യുന്നത്. അതൊക്കെ കഴിഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ എതിരേൽക്കുന്നത് വളരെ കഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ്? താണജാതിയിൽപ്പെട്ട ഒരു പെണ്ണിന്റെ പ്രസവം എടുത്തുകൊണ്ട് നങ്ങേലി അമ്മയ്ക്ക് വലിയ ഒരു ഭ്രഷ്ട പോലെ കൽപ്പിക്കുകയാണ്. ഇവരെ ആവശ്യമുണ്ട് സമൂഹത്തിന് എന്നുള്ളത് കൊണ്ട് സമൂഹം അവരെ പടിയടച്ച് വീണ്ടും വെക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. സമൂഹത്തിന് ആവശ്യമുള്ളവരെയൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഭ്രഷ്ടാക്കൽ. ഇവര് പോയാൽ പിന്നെ നാട്ടിലുള്ള സ്ത്രീകൾക്കൊക്കെ ബുദ്ധിമുട്ടാവുമെന്ന് അറിഞ്ഞുകൊണ്ടാകാം. പക്ഷെ എല്ലാവർക്കും ഭയങ്കരമായിട്ടുള്ള ഒരു എതിർപ്പാണ്. ആ എതിർപ്പിലൂടെ നങ്ങേലി അമ്മ മുന്നോട്ട് തന്നെ പോവുകയാണ്. അവര് ഏതായാലും ഇങ്ങനെ എല്ലാവരും എതിർക്കല്ലേ, എന്നാൽ ഈ ശരി, ഇനി ആ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഏറ്റവും വിപ്ലവ ബോധമുള്ള നായികമാരൊക്കെ പ്രത്യക്ഷപ്പെടുന്നതിന് എത്രയോ മുൻപാണ് കാരു നങ്ങേലിയമ്മയെ സൃഷ്ടിച്ചത് എന്ന് ചിന്തിക്കണം. അവർ ഈ കുട്ടിക്ക് രാമചന്ദ്രൻ എന്ന് പേരിടുന്നു. കുഞ്ഞാമൻ എന്നാണ് നാട്ടുകാർ വിളിക്കുന്നത്. 28 മുതലേ ഓർക്കുക. സാധാരണ ആ പാപ്പൻ അല്ല, പാപ്പാവ്, പിന്നെ മരുതൻ, ഇങ്ങനെയൊക്കെ ചാത്തൻ, കോലൻ, ഇങ്ങനെയൊക്കെ മാത്രം പേര് കിട്ടാവുന്ന ഒരു കുട്ടിയെ
ദൈവത്തിന്റെ പേരിട്ട് നങ്ങേലി അമ്മ വിളിക്കുകയാണ് രാമചന്ദ്രൻ. അത് ഒരു വല്ലാത്ത ഒരു നവീകരണ പ്രവർത്തനമാണ് സത്യത്തിൽ കാരൂർ ആ കഥയിൽ നടത്തിയിട്ടുള്ളത്. രാമചന്ദ്രനെ കുഞ്ഞാമനായിട്ടാണ് കുറെ പേരൊക്കെ വിളിക്കുന്നത്. പക്ഷെ സ്കൂളിൽ അവൻ രാമചന്ദ്രൻ എന്ന പേര് തന്നെയാണ് അറിയപ്പെട്ടത്. രാമചന്ദ്രൻ പഠിച്ച് വളരെ മിടുക്കനായിട്ട് പോകുന്നു. സ്വാഭാവികമായും രാമചന്ദ്രനും ഈ നങ്ങേലി അമ്മൂമ്മയോട് വലിയ അടുപ്പമൊന്നുമില്ല. ഒരു നാട്ടിലെ കുട്ടികളെ മുഴുവൻ ഇങ്ങനെ നോക്കി വളർത്തി വലുതാക്കുന്ന ഒരു ബാധ്യത ഏറ്റെടുത്തവരെ പോലെ ആ ഒരു പാവം വയറ്റാക്കി അങ്ങനെ ജീവിച്ചു പോവുകയാണ്. അപ്പൊ ഈ കുഞ്ഞാമനെ കാണുമ്പോൾ പറയുകയാണ്, രാമചന്ദ്രൻ എന്നാണ് അവന്റെ പേര്, കുഞ്ഞാമനല്ല, അവൻ എൻ്റെ ഒടുവിലത്തെ മകനാണ് എന്ന് പറയുകയാണ്. അപ്പോൾ എതിര് എന്ന കൃതി കുഞ്ഞാമൻ എഴുതുന്നത് ഇപ്പോഴാണ് അല്ലേ, അടുത്ത കാലത്താണല്ലോ എതിര് പ്രസിദ്ധമാകുന്നത്. കുഞ്ഞാമന്റെ ആ പുസ്തകം വായിക്കുമ്പോൾ ഇങ്ങനെയുള്ള എത്രയോ കുഞ്ഞാമ്മമാരുണ്ടായിരുന്നു എന്നും കുഞ്ഞാമനെ രാമചന്ദ്രന്മാരാക്കാൻ ശ്രമിച്ചിരുന്ന ചിലരെങ്കിലും ഉണ്ടായിരുന്നു എന്നും നമുക്കൊരു ബോധ്യം വരികയാണ്. കാരൂർ അത്തരത്തിലുള്ള ഒരു വലിയ ഒരു സാംസ്കാരിക പ്രവർത്തനം തന്നെയാണ് അവിടെ കാഴ്ചവെച്ചത്. ഈ കഥയും ഒരുപക്ഷെ നിങ്ങളാരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഈ തൊഴിൽ സംസ്കാരത്തെക്കുറിച്ച്, ജീവിതവുമായിട്ടുള്ള വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുന്നത് നമ്മുടെ തൊഴിൽ സാഹചര്യങ്ങളാണ്. സാധാരണഗതിയിൽ കഥയും കവിതയും ഒക്കെ എഴുതുന്നവർ വൈകാരിക ലോകത്തിൽ മാത്രം അഭിരമിക്കുന്നവരാണ് എന്നും അവർക്ക് യാഥാർത്ഥ്യത്തിന്റെ ലോകമില്ല എന്നും ഒരു ചിന്ത പലപ്പോഴും ഉണ്ട്. നമ്മൾ ആ പേരിലാണ് കഥയും കവിതയും ഒക്കെ കുട്ടികൾക്ക്, പഠിക്കുന്ന കുട്ടികൾ അതൊന്നും വായിക്കണ്ട എന്നൊക്കെ പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് പഴയ കാലത്ത് മാസിക വായിക്കരുത്, വാരിക വായിക്കരുത്, സിനിമ കാണരുത്, ഇങ്ങനെയൊക്കെ ആണല്ലോ. ഒരുപക്ഷെ നമ്മളൊക്കെ അത് നേരിട്ടിട്ടുണ്ടാകാം. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് സീനിയർ ആയിട്ടുള്ള ആളുകളൊക്കെ. കാരണം കഥയും കവിതയും ഒന്നും ആവശ്യമില്ല ജീവിതത്തിന് നാം. പക്ഷെ അതിനിടയിലും കൃത്യമായി കഥകളും കവിതകളും ഒക്കെ എഴുതാനുള്ള പ്രാപ്തി ഉണ്ടാവുകയും അതേസമയം ജീവിതത്തിന്റെ ശാസ്ത്രീയമായിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള വശങ്ങളെ കുറിച്ച് നല്ല ബോധ്യം പുലർത്തുകയും ചെയ്യുന്ന എഴുത്തുകാർ നമുക്കുണ്ടായിരുന്നു. അവർ കേവലം പ്രണയത്തെക്കുറിച്ച് മാത്രമൊന്നുമല്ല, പ്രണയഭംഗത്തെക്കുറിച്ച് മാത്രമൊന്നുമല്ല എഴുതിയിരുന്നു. ചങ്ങമ്പുഴയെ സഞ്ജയൻ വല്ലാതെ അപഹസിച്ചിട്ടുണ്ട്. പരാജയ പ്രസ്ഥാനത്തിന്റെ നായകനെന്നും കണ്ണീർ മാത്രം പൊഴിക്കുന്നവരെന്നും ഒക്കെ പറഞ്ഞു. പക്ഷേ വാഴക്കുല എഴുതിയതും ചങ്ങമ്പുഴയാണ് എന്നുള്ള ഒരു ബോധ്യം എന്തുകൊണ്ടോ സഞ്ജയൻ കാണിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, സാമ്പത്തികമായിട്ടുള്ള തത്വശാസ്ത്രങ്ങളെ കുറിച്ച് നല്ല ഉൾക്കാഴ്ച തന്നിരുന്നതാണ് ചങ്ങമ്പുഴയുടെ ചില കവിതകൾ എന്ന് നമ്മളാരും മനസ്സിലാക്കിയിരുന്നില്ല. ഞാനത് ചങ്ങമ്പുഴ ഇവിടെ പറയാൻ കാരണം, ചങ്ങമ്പുഴയാണ് ഏറ്റവും വലിയൊരു വൈകാരികമായിട്ടുള്ള വലിയ ധാരാളിത്തം തന്റെ സാഹിത്യത്തിലൂടെ പ്രദർശിപ്പിച്ചൊരു വ്യക്തി. പക്ഷെ അവരൊക്കെ തന്നെ സമൂഹത്തിന്റെ നിലനിൽപ്പിനെ കുറിച്ച്, പ്രായോഗികതയെ കുറിച്ച്, സാമ്പത്തികമായിട്ടുള്ള ഇരുപ്പ് വശങ്ങളെ കുറിച്ചൊക്കെ വളരെ കാര്യമായി ചിന്തിച്ചിട്ടുണ്ട്. കാരൂരിന്റെ കഥകളിൽ ഏറ്റവും കൂടുതൽ വെളിപ്പെടുന്ന ഒന്ന് ഈ ഒരു സാമ്പത്തികമായിട്ടുള്ള അച്ചടക്കത്തെ കുറിച്ചുള്ള കാര്യങ്ങളും തൊഴിൽ സംസ്കാരത്തെ കുറിച്ചുള്ള ബോധ്യങ്ങളും ഒക്കെ തന്നെയാണ്. മാത്രമല്ല, ഇന്ന് നമ്മൾ കേൾക്കുന്ന രാഷ്ട്രീയ ശരി, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നുള്ളത് കാരൂർ എങ്ങനെയാണ് തൻ്റെ കൃതികളിൽ ആവിഷ്കരിച്ചത് എന്ന് നമ്മൾ നോക്കി കാണേണ്ടതുണ്ട്. ഈ ഞാനിപ്പോൾ പറഞ്ഞ അതിന് ഉദാഹരണമായിട്ടുള്ള കഥകൾ സ്ത്രീ സാക്ഷരതയെക്കുറിച്ചും സ്ത്രീയുടെ ശാക്തീകരണത്തെക്കുറിച്ചുമൊക്കെ ഇനി നമ്മളൊന്നും തന്നെ കേൾക്കേണ്ടതില്ല. നമ്മൾ ധാരാളമായി അത് കേട്ട് കഴിഞ്ഞിരിക്കുന്നു അല്ലേ? കാരണം നവോത്ഥാന കാലഘട്ടത്തിൽ ഏറ്റവും ഭംഗിയായിട്ട് മുഴങ്ങി കേട്ട കുറേ മുദ്രാവാക്യങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായ ഒന്ന് സ്ത്രീവാദം തന്നെയാണ്. സ്ത്രീവാദം എന്നുള്ളത് കേവലം ഒരു സാഹിത്യ സംബന്ധമായിട്ടുള്ള ഒരു വശം മാത്രമല്ല എന്നും ജീവിതത്തിൽ അതിന് വലിയ ചില സ്വാധീനങ്ങൾ ചെലുത്താൻ സാധിക്കുമെന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരൂർ തന്റെ കഥകൾ എഴുതുന്ന കാലത്ത് സ്ത്രീവാദം ഒരു പ്രസിദ്ധമായ തത്വശാസ്ത്രമായോ അല്ലെങ്കിൽ ഒരു പ്രത്യയ ശാസ്ത്രമായോ ആശയ സംഹിതയായോ ഒന്നും തന്നെ നിലവിൽ വന്നിട്ടില്ല.
മാത്രമല്ല അന്ന് സ്ത്രീകളെ കുറിച്ച് സ്ത്രീകൾ ചിന്തിക്കുന്നത് വളരെ സറ്റയർ എന്ന രീതിയിലാണ് സഞ്ജയനൊക്കെ നോക്കിക്കണ്ടിട്ടുള്ളത്. ഒരുപക്ഷെ അരവിന്ദന്റെ കാർട്ടൂൺ, നേരത്തെ പറഞ്ഞ കാർട്ടൂണിൽ അതൊക്കെ ബൗദ്ധികമായ നിലവാരം പുലർത്തുന്ന കൃതികൾ എന്ന രീതിയിലാണ് ഞാനത് എടുത്തു പറയുന്നത്. അവർ പോലും സ്ത്രീകളുടെ പ്രാതിനിധ്യത്തെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. ജീവിതത്തിൽ പരാജയപ്പെടുന്ന സ്ത്രീ എന്താണ് ചെയ്യേണ്ടത്? അതൊരു ചോദ്യമാണ് അല്ലേ? കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല ജീവിതത്തിൽ കാര്യങ്ങൾ സംഭവിക്കുന്നത്. അത് പ്രണയത്തിന്റെ കാര്യത്തിലായാലും, വിവാഹത്തിന്റെ കാര്യത്തിലായാലും, തൊഴിൽ ജീവിതത്തിന്റെ കാര്യത്തിലായാലും, സാമൂഹികമായ ഒരു മറ്റേത് പദവികളിൽ നിൽക്കുന്ന കാര്യമായാലും ഒക്കെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത്. തൻ്റെ പ്രതീക്ഷകൾക്കപ്പുറത്ത് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ഉടൻ ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്ന കുറേ മനുഷ്യർ ജീവിച്ചിരുന്ന ഒരു നാട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അല്ലേ? എത്രയോ മരണങ്ങളുടെ, എത്രയോ ആത്മഹത്യകൾ നമ്മെ വേദനിപ്പിച്ചുകൊണ്ട് ഉണ്ടാവുന്നുണ്ട്. വളരെ നിസ്സാരമായ കാരണങ്ങളെന്ന് നമുക്ക് പറയാം, നമുക്ക് അന്യർക്ക് നിസ്സാരമായ കാരണങ്ങളാണല്ലോ. അതല്ല, വളരെ കാര്യമായിട്ടുള്ള ഒരു കാരണം പറയുമ്പോൾ, ഇപ്പൊ ഇന്നാള് പേപ്പറില് ഭർത്താവ് വിവാഹ വാർഷികത്തിന്റെ സ്റ്റാറ്റസ് ഇട്ടില്ല എന്ന കാരണം കൊണ്ടാണ് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തതെന്ന് പറയുന്നുണ്ട്. അത് വളരെ ശരിയല്ലാത്തൊരു കാര്യമാണ്. ഭർത്താവ് സ്റ്റാറ്റസ് ഇട്ടില്ല എന്നുള്ളത് 1,1 കാരണമായിരിക്കും. അതിനു മുമ്പുള്ള കാരണങ്ങളൊക്കെ നമ്മൾ അറിയുന്നില്ല എന്നുള്ളതായിരിക്കും. എന്ത് തന്നെ ആയാലും നമുക്ക് പിടിച്ചു നിൽക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു ബോധം, അങ്ങനെയുള്ള ഒരു ആശയം, ഒരു സന്ദേശം ആരാണ് ഈ ആത്മഹത്യ ചെയ്യുന്ന എല്ലാവരോടും പറഞ്ഞു കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. അതൊരു വലിയ ചോദ്യമാണ്. നമുക്ക് പ്രതീക്ഷിക്കാൻ ഒന്നുമില്ല എന്ന് തോന്നുമ്പോൾ എന്താണ് ചെയ്യുക? കാരൂർ അവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. വളരെ ഗംഭീരമായ രീതിയിൽ തൻ്റെ എല്ലാ നിരാശകൾക്കും സങ്കടങ്ങൾക്കും കണ്ണീരുകൾക്കും അപ്പുറത്ത് തൻ്റെ ഒരു സംഭാവന കൊണ്ട് ഒരു വീടിനെയും ഒരു ഗാർഹിക അന്തരീക്ഷത്തെയും കുറെ വ്യക്തികളെയും രക്ഷപ്പെടുത്തി എടുത്ത പങ്കിയമ്മ എന്ന ഒരു ക്യാരക്ടർ കാരൂർ കഥകളിലുണ്ട്. നമ്മളാരും ആ പങ്കിയമ്മ എന്നൊരു കഥാപാത്രത്തെ കുറിച്ച് കേട്ടിട്ട് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ പങ്കിയമ്മ? കാരൂരിന്റെ പങ്കിയമ്മ. കാരൂരിന്റെ നളിനിയെ കുറിച്ച് അറിയാം, മോതിരത്തിലെ ആ മൂപ്പിനെ കുറിച്ച് അറിയാം, ആ തമ്പുരാട്ടിയെ കുറിച്ചൊക്കെ അറിയാം. പക്ഷെ പങ്കിയമ്മയെ കുറിച്ച് നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല. തീർച്ചയായും പങ്കിയമ്മയെ കുറിച്ച് നമ്മൾ ഉറക്കെ സംസാരിക്കേണ്ടതുണ്ട്. തൻ്റേതല്ലാത്ത കാരണം കൊണ്ട് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ കൃത്യമായ ഒരു നിലപാടെടുത്തുകൊണ്ട് ജീവിതത്തിൽ ഉറച്ചു നിന്ന് ജീവിത വിജയം കൈവരിക്കുന്ന ഒരു വ്യക്തിയാണ് പങ്കിയമ്മ. പങ്കിയമ്മ ഒരു മിസ്ട്രസ് ആണ്. അവരുടെ ഒരു കഥ ഞാൻ ഒന്ന് ചുരുക്കി പറഞ്ഞില്ലെങ്കിൽ മനസ്സിലാവില്ല. അവര് വളരെ തൻ്റെ ആന്തരിക ഗുണങ്ങളിൽ അവർക്ക് നന്നായി ശ്രദ്ധയുണ്ട്. അതിനെക്കുറിച്ചുള്ള തികഞ്ഞ ബോധവും അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവരല്പം ഒരു അഹങ്കാരിയാണ്. അഹങ്കാരി എന്ന് പറയാൻ സാധ്യമല്ല. അവർക്ക് അവരെ അറിയാം, അവരുടെ വില അവർക്കറിയാം. അതുകൊണ്ട് യൗവനയുക്തയായ പങ്കിയമ്മ വളരെ ധൈര്യത്തോടുകൂടി സാമൂഹിക കാര്യങ്ങളിലൊക്കെ ഇടപെടുകയും പ്രസംഗിക്കുകയും തൻ്റേതായിട്ടുള്ള നിലപാടുകളൊക്കെ ഇങ്ങനെ പുലർത്തുകയും ധൈര്യപൂർവ്വം സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ അവർക്ക് അവരെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പലരും സമീപിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ തന്നെ അവർക്ക് സ്ഥാനം പോരാ എന്ന് പറഞ്ഞുകൊണ്ട് നിരസിക്കുകയാണ് പങ്കിയ. ഇപ്പോൾ സ്കൂളിൽ ഒരുമിച്ച് പഠിപ്പിക്കുന്ന ഒരു സഹപ്രവർത്തകൻ അവരോട് അഭ്യർത്ഥന നടത്തുന്നുണ്ട്, പറ്റില്ല, അവർക്ക് തൻ്റെ അത്ര തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഇല്ല എന്നാണ് പങ്കിയമ്മ പറയുന്നത്. സ്റ്റാറ്റസ് പോരാ എന്നാണ്. അങ്ങനെ കാലം പോവുകയാണ്. സാമൂഹ്യ പ്രവർത്തനം എന്നുള്ളത് തൻ്റെ ഊർജത്തിൻ്റെ ഏറ്റവും നല്ല ഒരു അംശം ചെലവഴിക്കുന്ന ഒരു കാര്യവും കൂടിയാണ്. പക്ഷേ ഏത് തരത്തിലുള്ള ചെലവഴിക്കലും കുറച്ച് കഴിയുമ്പോൾ ആ സംഭരണി ശൂന്യമാകാൻ ഇടയാക്കും. അതുകൊണ്ട് തന്നെ മടുപ്പ് എന്നുള്ളത് അവർക്ക് കുറേശ്ശെ തോന്നി തുടങ്ങും. അത് കാരൂരിൻ്റെ ആ ഒരു വർണ്ണന വളരെ ഗംഭീരമാണ്. പിന്നെ ഈ
വിവാഹം കഴിക്കാനുള്ള ആളുകളുടെ സ്റ്റാറ്റസിനെ കുറിച്ചുള്ള നില താഴ്ത്തുന്നുണ്ട്. കുറച്ചും കൂടി താഴെയുള്ള ആളായാലും കുഴപ്പമില്ലാന്ന് ആവുന്നുണ്ട്. പക്ഷെ അപ്പോൾ ആരും വരുന്നില്ല. അവസാനം കാര്യൊരു വാചകം എഴുതിയിരിക്കുന്നത്, ഗ്രഹിണി പിടിച്ച വയറുന്തിയിട്ടുള്ള മൂക്കൊലിക്കുന്ന കുട്ടികളെ എടുത്തുകൊണ്ട് നിൽക്കുന്ന അയൽപക്കക്കാരിയുടെ മാതൃത്വത്തിലും സഹധർമ്മിണിത്വത്തിലും പോലും പങ്കിയമ്മയ്ക്ക് അസൂയ തോന്നിയെന്നാണ്. അങ്ങനെയെങ്കിലും ഒരു ഭാര്യ പദവി കിട്ടിയാൽ മതി എന്ന് ഇവർ ചിന്തിച്ചു എന്ന് പറയാണ്. അവസാനം അവർക്ക് പറ്റുന്ന ഒരു ഭർത്താവിനെ അച്ഛനും അമ്മയൊക്കെ കൂടി അവർ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നു. അയാളാണെങ്കിൽ രണ്ടാമത്തെ കല്യാണമാണ്. ഞാനിതിങ്ങനെ പറയുന്ന ഒരു കല്യാണത്തിൻ്റെ വിശേഷം പറയുക എന്നുള്ളത് മാത്രമല്ല, എങ്ങനെയുള്ള ഒരു സ്റ്റാറ്റസ് ഒക്കെ പുലർത്തിയിരുന്ന ഒരു പങ്കിയമ്മയാണ്. അവസാനം അവര് കല്യാണം കഴിച്ചു വരുന്നത് എന്താ ശങ്കുപിള്ള എന്ന് പറഞ്ഞാണ് ഭർത്താവ്. അയാൾ വയസ്സനാണ്. അയാൾക്ക് 7 കുട്ടികളുണ്ട്. ഭാര്യ മരിച്ചിട്ടാണ്. 7 കുട്ടികളുണ്ട്. അയാൾക്കൊരു അമ്മയുണ്ട്, വയസ്സായിട്ടുള്ള ഒരു അമ്മയുണ്ട്. അവിടേക്കാണ് ഗൃഹനായികയായിട്ട് ആര് ചെല്ലുന്നത്? പങ്കിയമ്മ ചെല്ലുന്നത്. പങ്കിയമ്മ അങ്ങനെ ആ കല്യാണം കഴിച്ച് ആ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നിടത്താണ് ഒരു കഥ അവസാനിക്കുന്നത്. ആ കഥ അവസാനിപ്പിക്കുമ്പോൾ കാരൂർ എഴുതിയിരിക്കുന്നത് അശ്രീകരത്വത്തിന്റെ നിറകുളമായിട്ടുള്ള വീട് എന്നാണ്. എല്ലായിടത്തും ദാരിദ്ര്യവും വൃത്തികേടും ഒരു അപശകുനങ്ങളും ലക്ഷണക്കേടും മാത്രമേ ഉള്ളൂ. പറഞ്ഞാലനുസരിക്കാത്ത പിള്ളേര്, യാതൊരു തരത്തിലുമുള്ള ഒരു വകതിരിവില്ലാത്തൊരു അമ്മായിയമ്മ, എന്താണ് കാര്യമെന്നൊന്നും യാതൊരു ചിന്തയും ഇല്ലാത്ത ഒരു ഭർത്താവ്. ഇവിടേക്കാണ് പങ്കിയമ്മ കയറി ചെല്ലുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷമാണെങ്കിൽ 10 ആത്മഹത്യക്കുള്ള ഒരു വഴിയുണ്ട്. പക്ഷേ എന്താണ് പങ്കിയമ്മ ചെയ്യുന്നത് എന്നുള്ളത് അതിനെ മറ്റൊരു കഥയിലാണ് കാരൂർ ഇടം കണ്ടെത്തുന്നത്. ഈ കഥ വളരെ ഒരു ട്രാജിക് എൻഡാണ് ഇത്. പക്ഷേ അടുത്ത കഥ വളരെ അല്ല എഴുതിയത് എന്നുള്ളത് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. ഈ കഥ എഴുതിയിട്ട് കുറെ കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ കഥ കാരൂർ എഴുതിയിട്ടുള്ളത്. അതിൻ്റെ പേര് ഗൃഹനായിക എന്നാണ്. ആരാണ് ഗൃഹനായിക? ഒരു വീടിൻ്റെ നായിക, വീടിൻ്റെ ഒരു ആധിപത്യം കയ്യിൽ ഉള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് ആരാണ്? അതായി തീരാൻ കുറെ ബുദ്ധിമുട്ടാണ്. എല്ലാ തരത്തിലുമുള്ള ലക്ഷണക്കേടുകൾ പിടിച്ച ഒരു വീട്ടിലേക്ക് ഒരു കാലത്ത് എത്രയോ അഭിമാനം തന്നെ കുറിച്ച് പുലർത്തിയിരുന്ന ഒരു സ്ത്രീ കടന്നു ചെല്ലുമ്പോൾ അവരെന്തെല്ലാം തരത്തിലുള്ള വെല്ലുവിളികളായിരിക്കും നേരിട്ടിട്ടുണ്ടാവുക. പക്ഷേ കാരൂർ വളരെ ഉല്ലാസകരമായ രീതിയിൽ ആ വെല്ലുവിളിയെ ഏറ്റെടുത്ത പങ്കിയമ്മയാണ് കാണിക്കുന്നത്. ഇവിടെ മുതൽ കേരളത്തിൻ്റെ അന്നത്തെ സാമൂഹ്യ സുരക്ഷാ ചിന്തകളെ കുറിച്ചൊക്കെ കാരൂർ സ്പർശിക്കുന്നുണ്ട്. അന്ന് ഗവൺമെന്റിന്റെ ഈ ആസൂത്രണം, പഞ്ചവത്സര പദ്ധതികളുടെ ഭാഗമായിട്ടുള്ള സാമ്പത്തിക ആസൂത്രണത്തിന്റെ ഭാഗമായുള്ള ഈ ചിട്ടി പിടിക്കൽ ഇങ്ങനെയൊക്കെയുള്ള ചില ചിന്തകളൊക്കെ സാമൂഹ്യ തലത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. കാരണം ജനങ്ങളിൽ നിക്ഷേപ ബോധമുണ്ടാക്കുക എന്നുള്ളൊരു കാര്യം കേരള ഗവൺമെന്റും ഒക്കെ അതിനു വേണ്ടിയുള്ള ചില ശ്രമങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ നടത്തിയിട്ടുണ്ട്. കടം എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കലാണ് ഏറ്റവും വലിയ ഒരു ദൗത്യം എന്ന രീതിയിൽ അന്ന് കുറെ പേരൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഇത് അന്നത്തെ പൊളിറ്റീഷ്യൻസ് ശ്രദ്ധിച്ചിട്ടുണ്ടാകാം, രാഷ്ട്രീയക്കാർ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാകാം, കഥ എഴുതുന്നവർ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ കാരൂർ അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരൂർ ഇതിൻ്റെയൊക്കെ ഒരു പ്രവർത്തകയായിട്ട്, ഇതിൻ്റെ ഒരു നടത്തിപ്പുകാരി എന്ന രീതിയിൽ ഈ വിപ്ലവ പ്രവർത്തനങ്ങളുടെ നടത്തിപ്പുകാരിയായിട്ട് പങ്കിയമ്മയെ നമ്മുടെ മുന്നിലേക്ക് നിർത്തുകയാണ്. അവർ വല്ലാതെ സ്തംഭിച്ച് നിൽക്കുകയാണ് ഈ വീട്ടിൽ. യാതൊരു തരത്തിലും ഒരു ലക്ഷണവും ഇല്ലാത്ത, എല്ലാം കൊണ്ടും ആകെ ദാരിദ്ര്യത്തിൻ്റെ ഒരു കേദാരമായിട്ടുള്ളൊരു വീട്. അവിടെ അവരാദ്യം ചെയ്യുന്നത് ഈ അമ്മായി അമ്മയ്ക്ക് യാതൊരു തരത്തിലുമുള്ള ഒരു ബോധമില്ല. അവർ ഈ ചെറിയ ഈ പഴയ കാലത്ത് ഡ്യൂറക്സ് എന്നൊക്കെ പറയില്ലേ, ശരിക്കുള്ള കസവല്ല, അത് ഡ്യൂറക്സ് ആണ്. ആ ഡ്യൂറക്സ് ആണോ എന്നൊക്കെ പറയുക. അത് കണ്ടിട്ട് വലിയ കശവാണ്. കസവ് തന്നെ കശവ് എന്ന് നാടൻ ഭാഷയിൽ പറയുമല്ലോ. എന്തൊരു കശവാണത്, ഇത് ചങ്കു വാങ്ങിച്ച് തന്നതാണോടി എന്നൊക്കെ പറയുമ്പോൾ
നമുക്ക് വായനക്കാർക്കൊരു അഭിമാന ബോധമുണ്ട്. പങ്കിയമ്മയോട് എങ്ങനെയൊക്കെയാണ് ആളുകൾ സംസാരിക്കേണ്ടതെന്ന് അതിനകം നമുക്കൊരു ചിന്ത ഉണ്ടായിട്ടുണ്ട്. പങ്കിയമ്മയോട് ഇങ്ങനെ സ്റ്റാറ്റസ് ഇല്ലാതെ ആരും സംസാരിക്കുന്നത് എന്തൊരു കഷ്ടമാണെന്ന് നമുക്ക് അതിനിടയ്ക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. അങ്ങനെയുള്ള പങ്കിയമ്മയോടാണ് ഇങ്ങനെ ഈ കശവ് എന്നൊക്കെ പറഞ്ഞ് ഇവര് പറയുന്നത്. അവർക്കൊട്ടും തന്നെ ആ ഒരു രീതിയിലുള്ള ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു അറിവില്ല. ഈ അമ്മായിയമ്മ എന്താണ് ചെയ്യുക, അവരെങ്ങനെയാണ് പരിഷ്കരിച്ചെടുക്കുക, അതൊരു വെല്ലുവിളിയാണ് സത്യത്തിൽ. അങ്ങനെയുള്ള യാതൊരു തരത്തിലുമുള്ള പരിഷ്കാരമില്ലാത്ത ഒരുപാട് ജനങ്ങളെ പരിഷ്കരിച്ചെടുക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു സാംസ്കാരിക ബോധം ഉണ്ടാവുന്ന 60കളിലാണ് ഈ കഥ കാരോട് എഴുതുന്നത്. ജനങ്ങൾ വിദ്യാഭ്യാസത്തിലൂടെ നവീകരിച്ചേ പറ്റും. അപ്പോഴാണ് സൗജന്യ വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള ഉന്നതമായ ദർശനങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതിൻ്റെ ഒരു അലയൊലിയാണ് ഈ കഥയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പങ്കിയമ്മ ആദ്യം ചെയ്യുന്നത് അമ്മയുടെ ഈ കഴുത്തിലുള്ള ഈ കറുത്ത ചരട് മാറ്റിയിട്ട് നമുക്ക് നല്ലൊരു സ്വർണ്ണമാലയാക്കാം എന്ന് പറയുന്നു. അതോടുകൂടി ആ തള്ള അതിൽ വീടുകയാണ്. കാരുവിൻ്റെ ഭാഷയാണ്. തള്ള എന്ന് പറഞ്ഞാൽ അതൊരു ബഹുമതി പോലെ തോന്നുമല്ലോ അല്ലെ. അമ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല, ആ സ്ത്രീ വൃദ്ധ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. തള്ള എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അതാണ് ഏറ്റവും നല്ല വാക്ക്. അതെ, പക്ഷെ നിന്റെ തള്ളക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പിടിക്കുമോ? പക്ഷെ പെറ്റതള്ള എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷവും അഭിമാനമൊക്കെയാണ്. പെറ്റതള്ള എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര. പക്ഷെ അല്ലാതെ തള്ള എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമല്ല. അതെ, അങ്ങനെയൊക്കെ ചോദിച്ചാൽ വിവരം അപ്പൊ തന്നെ അറിയാം. അപ്പോ ഈ ഒരു സ്ത്രീയുടെ മുന്നിൽ പങ്കിയമ്മയെ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ പങ്കിയമ്മയുടെ മുന്നിൽ ഒന്നും തന്നെ ഒരു രക്ഷാപായവുമില്ല. പക്ഷെ അവര് ചിന്തിക്കുകയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പൊ അതിന് ഈ തള്ളയെ ഒന്ന് വശംവദയാക്കണം, അവരെ ഒരു പരിഷ്കാരത്തിലേക്ക്, ഒരു മിതത്വത്തിലേക്ക്, ഒരു ഔചിത്യത്തിലേക്ക് കൊണ്ടുവരണം. നമ്മുടെ ഒരു വിശ്വാസമുണ്ട്, നാട്ടുപുറത്തുകാർക്കൊന്നും ഔചിത്യമില്ല. അവരെന്താ വേണ്ട പോലെ എന്തൊക്കെയാണ് വാക്കുകൾ പറയേണ്ടതെന്നൊന്നും അറിയാതെ ഇഷ്ടം പോലെ ഓരോന്നൊക്കെ പറയുന്നവരാണ്. സത്യനന്ദിക്കാടിന്റെ സിനിമകൾ അതിനൊരു കാരണമാണ് അല്ലേ. അതെ, സത്യനന്ദിക്കാടിന്റെ ഗ്രാമീണരൊക്കെ സന്ദർഭം അറിയാതെ സംസാരിക്കുന്നവരാണ്. അതാണ് നന്മ എന്നൊരു രീതി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലേ. പലപ്പോഴും അതെ, കഥാപാത്രങ്ങൾ വന്ന് മനസ്സിലാക്കരയിലൊക്കെ ഈ ഇതൊന്നും വേണ്ട, ബേക്കറി വാങ്ങിച്ചിട്ടൊന്നും വേണ്ട, ഞാൻ കൊണ്ടുവന്ന് തിന്ന് എന്ന് പറയുകയാണെങ്കിൽ അത് എന്തുമാതിരി ഒരു അനൗചിത്യമാണ് അല്ലേ. നാട്ടുപുറത്തുകാർക്ക് ഔചിത്യം ഇല്ല എന്നൊക്കെയാണ് നമ്മൾ ധരിക്കുന്നത്. അങ്ങനെയല്ല, നാട്ടുപുറത്തുകാർക്കായാലും ഏറ്റവും നല്ല ഔചിത്യം ഉള്ളവരാണ്. ആ ഔചിത്യം എന്നുള്ളത് ഒരു പകലറിവ് പോലെയാണ് സത്യത്തിൽ. അതൊരു ഒരു നേരിന്റെ വെളിച്ചം തരുന്ന ഒരു കാര്യമാണ്. ആ വെളിച്ചത്തിലേക്കാണ് ഈ അമ്മായിമ്മയെ അവർ നയിക്കുന്നത്. ആദ്യം അവരെ എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ പഴയ സ്വർണ്ണമൊക്കെ എടുത്ത് ഉരുക്കിയതൊക്കെ ശരിയാക്കിയിട്ട് ഒരു മാല ഉണ്ടാക്കി കൊടുക്കുകയാണ്. വലിയ മാലയൊന്നുമല്ല, ചരട് തന്നെ, കുറേ ഭാഗം ചരടാണ്. പക്ഷെ ഈ ഭാഗത്തൊക്കെ സ്വർണത്തിന്റെ അംശങ്ങളൊക്കെ വെച്ചിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മ ഇനി മുതൽ നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിച്ചിട്ട് വേണം നടക്കാൻ, നല്ല വെളുത്ത വസ്ത്രം ധരിച്ചിട്ട് വേണം നടക്കാൻ എന്നൊക്കെ പറഞ്ഞ് അവരെ ഒരു തരത്തിൽ സംസ്കരിച്ചെടുക്കുക. അപ്പൊ തള്ള ഒരു വിധത്തിലാക്കി. ഇനി പിള്ളേരുടെ കാര്യമാണ്. ഇങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് പോണ പിള്ളേരാണ് 7 പേര്. അവര് യാതൊരു തരത്തിലുമുള്ള ഒരു വീടിൻ്റെതായിട്ടുള്ള ഒരു ലക്ഷണം ഉണ്ടെങ്കിൽ അത് കെടുത്താൻ വേണ്ടി ജീവിക്കുന്നവരെ പോലെയാണ്. പഠിക്കൂല, വീടി വലിച്ച് നടക്കുക. അന്ന് കഞ്ചാവിൻ്റെ ഇത് ഇല്ലായിരിക്കും, അതുകൊണ്ടാണ് വീടി വലിച്ച് നടക്കാനാണ് കാര്യം പറയുന്നത്. അങ്ങനെയൊക്കെയുള്ള പിള്ളേര്. അവരിലെ മൂത്തവനെ വിളിച്ചിട്ട് പങ്കിയമ്മ പറയാണ്, നമുക്കൊരു കാര്യം ചെയ്യാം, സോപ്പ് ഉണ്ടാക്കുന്നുണ്ട് ഞാൻ സോപ്പ് ഉണ്ടാക്കിയാൽ നിങ്ങളത് ഇവിടെയൊക്കെ കൊണ്ടു നടന്ന് വിൽക്കണം. അത് വിറ്റാൽ 3/4 ചക്രം കിട്ടും, 3/4 ചക്രമെങ്കിലും കിട്ടും. അത് 1/4 ചക്രം നിനക്കുള്ളതാണ്, മറ്റേത് എനിക്ക് തരാം. നിനക്കുള്ളത് ഞാൻ ഇപ്പം തരില്ല, അത് ഇതിൽ വെട്ടി എന്താണ് കുടുക്കയിലിട്ട് വയ്ക്കും. ആ കുടുക്ക നിറയുമ്പോൾ മാത്രമേ അത് പൊട്ടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കൊച്ചുകുട്ടി യാതൊരു തരത്തിലുള്ള ചക്രം എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാതെ നാനാവിധത്തിൽ നടന്നിരുന്ന കുട്ടിയിലേക്ക് സ്വയം പര്യാപ്തതയുടെ ഒരു വലിയ പാഠമാണ് പങ്കിയമ്മ കൊണ്ടുവരുന്നത്. പങ്കിയമ്മ ഇപ്പൊ സോപ്പ് ഉണ്ടാക്കുകയാണ്. നിങ്ങൾ ഓർക്കണം, കാരൂരി കഥ എഴുതുന്ന കാലഘട്ടത്തിൽ
സോപ്പ് നിർമ്മാണം ജനകീയമായിട്ടോ അല്ലെങ്കിൽ നാട്ട് രീതിയിലോ ഒന്നും നമ്മൾ ഉണ്ടാക്കിയിരുന്നില്ല. നമ്മളൊക്കെ പിയേഴ്സോ ഒക്കെ തന്നെ ഉപയോഗിക്കുന്ന ഒരു കാലമാണ്. അല്ലെങ്കിൽ കുടുംബശ്രീ ഒന്നും അന്നില്ല. കുടുംബശ്രീയുടെ അധ്യക്ഷതയിൽ സോപ്പ് നിർമ്മാണമൊന്നും ചന്ദ്രിക ഉണ്ട്. ഈ സോപ്പുകളൊക്കെ ഉള്ളൂ, ബ്രാൻഡഡ് സോപ്പുകളൊക്കെ ഉള്ളൂ. നമ്മൾ നാട്ടു രീതിയിൽ ഉണ്ടാക്കുന്ന, വ്യക്തികൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് സോപ്പ് എന്നുള്ള ചിന്തയേ ഇല്ല. അപ്പോഴാണ് കാരൂർ പങ്കിയമ്മയെ കൊണ്ട് വീട്ടിൽ സോപ്പ് ഉണ്ടാക്കിക്കുന്നത്. ഓർത്ത് നോക്കൂ, എത്ര വലിയൊരു വിപ്ലവ പ്രവർത്തനത്തിന്റെ ആഹ്വാനമായിരുന്നു കാരൂർ നൽകിയത്. പങ്കിയമ്മ അങ്ങനെ സോപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ കുട്ടികളുടെ കയ്യിൽ അത് മുതിർന്ന 2 പിള്ളേരുടെ അടുത്ത് അത് വിൽക്കാൻ കൊടുക്കണം. എപ്പോഴാണ് വിൽക്കേണ്ടത്? സ്കൂൾ സമയം വിട്ട് കഴിഞ്ഞാൽ മാത്രമേ വിൽക്കാൻ കൊടുക്കുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം? അവൻ സ്കൂളിൽ ആദ്യം പോകണം. എന്നും മുടങ്ങാതെ സ്കൂളിൽ പോകണം. സ്കൂളിൽ പോയാൽ മാത്രം പോരാ. പോയ പ്രശ്നം എന്താ വെച്ചാൽ അവിടുന്ന് അടി കിട്ടും. പഠിക്കില്ലല്ലോ, അടി കിട്ടും. അടി കിട്ടാത്ത വിധത്തിൽ സ്കൂളിൽ പോയി വന്നാലേ ഈ സോപ്പ് വിൽക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കുള്ളൂ. കുട്ടികളെ സംബന്ധിച്ച് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ഇങ്ങനെ നടക്കുക എന്നുള്ളത് ഇഷ്ടമുള്ള കാര്യമാണ്. അതിൻ്റെ ഒപ്പം ഈ സോപ്പ് വിൽക്കുക എന്നുള്ളൊരു കാര്യം കൂടി ഏൽപ്പിക്കുകയും പങ്കിയുകയും ചെയ്യുന്നുള്ളൂ. എങ്കിൽ പോലും അതൊരു വലിയ മാറ്റത്തിൻ്റെ ഒരു കാഹളനാദം ഉണ്ടാക്കുകയാണ്. പിറ്റേ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഇവനെ കൂട്ടുകാരൻ വിളിക്കുകയാണ്. എടാ വാടാ, നമുക്ക് കളിക്കാം, നമുക്ക് മീൻ പിടിക്കാൻ പോവാം, നമുക്ക് വീടി വലിക്കാം എന്നൊക്കെ പറയാണ്. അപ്പം ഈ കുട്ടി പറയാണ്, ഇല്ല, എനിക്ക് പഠിക്കാൻ പോകണം, മാത്രമല്ല വൈകുന്നേരം എനിക്ക് സോപ്പ് വിൽക്കാൻ പോകാനുള്ളതാണ്. സോപ്പ് കിട്ടിയത് നിനക്ക് എന്താണ് കിട്ടുക? അല്ല, എനിക്ക് ചക്രം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ കുടുക്കയിലിട്ട് വെച്ചിരിക്കുകയാണ്. ഏട്ടാ നീ ആ കുടുക്ക എടുത്തോണ്ട് പോവാ, നമുക്കത് പൊട്ടിച്ചിട്ടൊന്ന് സിനിമ കാണാൻ പോവാം എന്ന്. അപ്പോൾ പ്രേരണയ്ക്കുള്ള ആളുകളൊക്കെ കൂടെയുണ്ട്. പക്ഷെ ആ പ്രേരണകളിൽ വീഴുകയല്ല വേണ്ടത് എന്ന ഒരു നീതിബോധം ആ കുട്ടിയിൽ തന്നെ ഉണ്ടാകത്തക്ക വിധത്തിൽ ഒരു അടുക്കും ചിട്ടയും ഒക്കെ ആ വീട്ടിലേക്ക് അപ്പോഴേക്കും പങ്കിയമ്മ കൊണ്ടുവരുന്നുണ്ട്. കുട്ടികളൊക്കെ മര്യാദ പഠിക്കുന്നു, സംസാരിക്കേണ്ടത് എങ്ങനെയാണ്. മുൻപ് ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് ഓടിയിരുന്ന കുട്ടികളൊക്കെ വളരെ നല്ല കുട്ടികളായിട്ട് മാറുന്നു. പിന്നെ നന്നാക്കാനുള്ളത് ഭർത്താവിനെ തന്നെയാണ്. അയാൾക്ക് പൈസ എങ്ങനെയാണ് ചെലവഴിക്കുന്നത്, വീട്ടിലേക്ക് എങ്ങനെയാണ് എന്താണ് വാങ്ങിക്കേണ്ടത്, ഇതൊന്നും അറിയില്ല. അക്ഷരാഭ്യാസം പോലും ഇല്ലാത്ത എന്ന് പറയുന്നതിൽ അർത്ഥമില്ലെങ്കിലും അങ്ങനെയുള്ളൊരവസ്ഥയിലാണ്. കാരണം അക്ഷരാഭ്യാസം ഇല്ലാത്തവരും പ്രായോഗിക ജീവിതത്തിൽ വളരെ മിടുക്കരായിരിക്കും. പക്ഷേ ഇവിടെ അങ്ങനെ ആയിരുന്നില്ല. ഈ അമ്മായിമ്മയൊക്കെ ആണെങ്കിൽ യാതൊരു ഔചിത്യവുമില്ല. പിള്ളേരാണെങ്കിൽ ഇങ്ങനെയാണ്. വീട് നോക്കേണ്ട ഒരാൾക്കാണെങ്കിൽ ഈ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല. അയാളെ സംബന്ധിച്ച് ഒരൊറ്റ കാര്യമാണ്, അയാളുടെ ഭാര്യ മരിച്ചു പോയിന്നാണ്. ഭാര്യ മരിച്ചു പോയി എന്നുള്ള ഒരൊറ്റ കാര്യം പറഞ്ഞിട്ട് വീടിനെ നാനാവിധാക്കി വിടാൻ കൊടുത്ത ഒരാളാണ്. അയാളോട് പറയുകയാണ്. അതിൽ ചില 2-3 ഉദാഹരണങ്ങൾ മാത്രം ഞാൻ പറയാം. സാധനങ്ങൾ വാങ്ങിക്കണം വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ കടമായിട്ട് വാങ്ങിക്കുകയും ചെയ്യുന്നത്. കടം വാങ്ങിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? അത്രമാത്രം സാമ്പത്തിക അച്ചടക്കം ഇല്ലെങ്കിൽ നമ്മൾ 1 വാങ്ങിക്കേണ്ടയിടത്ത് 2 വാങ്ങിക്കും. മാത്രമല്ല ഈ 2 നമ്മൾ ഉപയോഗിച്ചില്ല എന്നും വരും. പിന്നെ 3-ാമത്തെ കൂടി പൈസ മാസാവസാനം കൊടുക്കുകയും ചെയ്യേണ്ടത്. ഇന്നായാലും അന്നായാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവര് പറയാണ്, നമുക്ക് എന്തിനാണ് ഇങ്ങനെ ഈ ഇത് വെക്കുന്നത്, പറ്റ് വെക്കുന്നത് എന്തിനാണ്? നമുക്ക് ഒരുമിച്ച് പൈസ കൊടുത്ത് തീർത്തുകൂടെ? അത് പറ്റില്ല, കാരണം വാങ്ങിക്കണമെങ്കിൽ പൈസ കൊടുക്കണ്ടേ. അങ്ങനെയാണെങ്കിൽ ഇതിനു മുൻപുള്ള വലിയ കടം ഒക്കെ എങ്ങനെ നമ്മൾ വിട്ടും? അപ്പോൾ പറയാണ്, ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു ഇത്തിരി പൊന്നും വിൽക്കാം, എന്നാലും വിറ്റാലും വേണ്ടില്ല എന്നിട്ട് ഇയാളുടെ കയ്യിൽ തന്നെ കൊടുക്കുകയാണ്. അയാൾ ആദ്യമായിട്ടായിരിക്കും ഒരുപക്ഷെ പൊന്ന് വിൽക്കുക എന്നുള്ളൊരു കാര്യം ചെയ്യുന്നത്. വിറ്റ പൊന്ന് കൃത്യമായ രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ളൊരു ഉപദേശം അവർ കൊടുക്കുന്നു. മാത്രമല്ല നാളികേരം, പറമ്പിൽ നാളികേരമൊക്കെ ഉണ്ട്. അപ്പോൾ ഓർക്കേണ്ടത്, സ്വയം ഒരു ബോധവുമില്ലാതെ തൊഴിലില്ല എന്നുള്ള പേരിൽ നാനാവിധം നടന്നിരുന്ന ചെറുപ്പക്കാർക്ക് വലിയ ചില ആശയങ്ങൾ കൊടുക്കുകയാണ് ചെയ്തത് കാര്യം ഈ കഥയിലൂടെ. പറമ്പിലൊക്കെ കിടന്നിരുന്ന തേങ്ങയൊക്കെ കൊപ്രയാക്കി മാറ്റി അത് ആട്ടാൻ കൊടുത്ത് വെളിച്ചെണ്ണ ആക്കിയിട്ട് അങ്ങനെ പൈസ കൂടി ഉണ്ടാക്കാൻ നമുക്ക് എന്ന് ചില കച്ചവട പാഠങ്ങൾ പങ്കിയമ്മ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. മനസ്സിലാക്കേണ്ടത്, ആ കാലഘട്ടത്തിലെ ഒരു തെറ്റായ ഒരു സാമ്പത്തിക സൂത്രവാക്യം എന്നുള്ളത് പണത്തിന്റെ പിന്നാലെ ഓടരുത് എന്നുള്ളൊരു കാര്യമാണ്. പണത്തിന്റെ പിന്നാലെ ഓടണ്ട, പക്ഷെ പണത്തിന് പണം തന്നെ വേണം. സാമ്പത്തിക അച്ചടക്കത്തിൽ ശരിക്കും ശ്രദ്ധ പുലർത്തിയില്ല എന്നുള്ളതാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ ഒരു ഗതികേട്. നമ്മുടെ പിന്തിരിഞ്ഞ് നോക്കുന്ന സമയത്ത് നമ്മുടെ സാമൂഹികമായിട്ടുള്ള വീക്ഷണം ഒന്ന് വെച്ച് പുലർത്തിക്കൊണ്ട് നമ്മുടെ
പിൻകാലത്തെ ഒന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ആവശ്യമില്ലാതെ ഓരോ തരത്തിലും നടത്തിയിരുന്ന എന്തെല്ലാം ദുർച്ചെലവുകളായിരുന്നു എന്നുള്ളത്. ഇവിടെ പങ്കിയമ്മ പറയാണ്, നമ്മുടെ വരവനുസരിച്ച് വേണം ചെലവ് ചെയ്യാൻ. അതൊരു വീടിനെ കുറിച്ച് കാരൂർ എഴുതുമ്പോൾ ഒരു നാടിനെ കുറിച്ച് മുഴുവനുമുള്ള ഒരു ഉപദേശമായിട്ട് സത്യത്തിൽ അത് മാറേണ്ടതുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ ഗൃഹനായിക എന്ന ഈ കഥ നമ്മൾ ഏറ്റെടുത്തിട്ടേ ഇല്ല. ഈ കഥ നമ്മൾ വായിച്ചിട്ടേ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പങ്കിയമ്മ അങ്ങനെ ആ വീടിൻ്റെ ചുക്കാൻ പിടിച്ചതോടുകൂടി കാര്യങ്ങളൊക്കെ ഭദ്രാകുകയാണ്. അങ്ങനെ സാമ്പത്തിക അച്ചടക്കം ഉണ്ടാകുന്നു, തലതിരിഞ്ഞ രീതിയിൽ ഉണ്ടായിരുന്ന കുട്ടികളൊക്കെ നേരെയാവുന്നു, അമ്മായിയമ്മയും വളരെ നല്ല ഒരു രീതിയിലേക്കാവുന്നു. അതൊരു വീടായി മാറുന്നു, സ്ത്രീത്വം കഴിയാറുന്ന ഒരു വീടായിട്ട് അത് മാറുന്നു. ഇവിടെ പങ്കിയമ്മ തൻ്റെ ജീവിതത്തിൽ അനുഷ്ഠിച്ച വലിയൊരു കാര്യത്തെക്കുറിച്ച് പറയുകയാണ് കാര്യം. പക്ഷേ പങ്കിയമ്മയ്ക്ക് നഷ്ടപ്പെട്ടു പോയ ഒന്നുണ്ട്, അതൊരു വൈകാരികമായ ജീവിതമാണ്. എന്താണ് ഇമോഷണലായിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി എന്നുള്ളത്? അതിനെക്കുറിച്ച് കൂടി നമ്മൾ തീർച്ചയായിട്ടും ചിന്തിക്കേണ്ടതുണ്ട്. വൈകാരികമായിട്ടുള്ള ജീവിതം ഏത് രീതിയിലാണ് നമ്മെ തൃപ്തിപ്പെടുത്താതിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. പ്രണയം നഷ്ടപ്പെടുമ്പോൾ അടുത്ത സന്ദർഭത്തിൽ മരിക്കുകയല്ല വേണ്ടത്. വിവാഹ ജീവിതത്തിൽ നിരാശകളുണ്ട് ആവുമ്പോൾ അടുത്ത സന്ദർഭത്തിൽ ട്രെയിന് തലവയ്ക്കുകയല്ല ചെയ്യേണ്ടത്. മറിച്ച് വീണ്ടും ഒരു ജീവിതമുണ്ട് എന്നും ഇമോഷണലായിട്ടുള്ള ഈ പ്രശ്നങ്ങളെ എങ്ങനെയാണ് അത്ര വൈകാരികമല്ലാത്ത രീതിയിൽ നമുക്ക് മറികടക്കാൻ സാധിക്കുക എന്നുമുള്ള ഒരു പോളിസി സത്യത്തിൽ പറഞ്ഞു തരികയാണ് കാര്യം. ഇത് ആ കാലഘട്ടത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ജൂലിയ ക്രിസ്റ്റേവ തുടങ്ങിയിട്ടുള്ള ഫെമിനിസ്റ്റ് എഴുത്തുകാരികളുടെ സാമൂഹ്യ പ്രവർത്തകരുടെയൊക്കെ ഏറ്റവും വലിയൊരു സിദ്ധാന്തവും കൂടിയാണ്. കഥയിലൂടെ ഇത് പറഞ്ഞു തരുമ്പോൾ നമ്മൾ ഇതിൻ്റെ സാരാംശം കൂടുതൽ ഭംഗിയായി മനസ്സിലാക്കും എന്നുള്ളതാണ് സത്യം. അപ്പം കഥ എന്നുള്ളതാണ് സത്യത്തിൽ, കഥയിലൂടെയാണ് ലോകമുണ്ടാകുന്നത് എന്നാണ് മുറിയൽ കാസൽ എന്നുള്ള അമേരിക്കൻ എഴുത്തുകാരി പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും പ്രധാനം കഥകളാണ്. കഥകളാണ് നമ്മെ ജീവിതം പഠിപ്പിക്കുന്നത്. ഇത് തന്നെയാണ് ആൽബർട്ട് ഐൻസ്റ്റൈൻ മറ്റൊരു രീതിയിൽ പറഞ്ഞിട്ടുള്ളത്, അറിവിനേക്കാൾ പ്രധാനം ഭാവനയാണ്. രണ്ടിലൂടെയും നമ്മൾ മനസ്സിലാക്കുന്നത് കേവലം വൈജ്ഞാനികമായിട്ടുള്ള സമ്പാദ്യങ്ങൾക്കും അപ്പുറത്ത് ഇത്തരത്തിലുള്ള വൈകാരികമായിട്ടുള്ള ചില സെറ്റിൽമെന്റ് കൂടി നമുക്ക് ആവശ്യമാണ് എന്നാണ്. നമ്മൾ പക്ഷേ അതിനെ കുറിച്ച് അത്ര കാര്യമായിട്ടൊന്നും മനസ്സിലാക്കാറില്ല. നമ്മൾ മനസ്സിലാകാതെ പോകുന്ന, നമുക്ക് ഉത്തരം കിട്ടാതെ പോകുന്ന ഇത്തരം ചില പ്രശ്നങ്ങളെയാണ്, പ്രശ്ന സംഹിതകളെയാണ് കാരൂർ തൻ്റെ കാലഘട്ടത്തിൽ പല കഥകളിലൂടെയും ആവിഷ്കരിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കേണ്ടത്. മറ്റ് ഒന്ന് രണ്ട് കഥ നേരം കുറേ അല്ലേ. എന്താണ് ശുഭപ്രതീക്ഷ എന്നുള്ളത് അതിനെക്കുറിച്ച് കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താൻ വിചാരിക്കുന്നു. എന്താണ് ശുഭപ്രതീക്ഷ? അത് ജീവിതത്തിൽ ശുഭം വരും, ഇപ്പോഴുള്ള ഈ അശുഭകമായി ശുഭം വരും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. നമുക്കറിയാം എല്ലാവർക്കും. അത് എത്രത്തോളം നമ്മൾ സാഹിത്യത്തിൽ നിന്നും നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് എക്കാലത്തെയും ഒരു ചോദ്യമാണ്. കുമാരനാശാൻ ദുരന്ത പര്യവസായിയായ കഥകളെ എഴുതിയിട്ടുള്ളൂ. ഒരുപക്ഷെ ചണ്ടാല ഭിക്ഷുകി ഒഴിച്ച്, ദുരവസ്ഥയും ഒഴിച്ച് ബാക്കിയെല്ലാം തന്നെ സങ്കടത്തെ കലാശിച്ചിട്ടുള്ള, നായികമാരുടെ നിർഭാഗ്യ ജീവിതങ്ങളെ കുറിച്ച് ഓർത്ത് നമുക്ക് സങ്കടപ്പെടാൻ അവസരം തരുന്ന കാവ്യങ്ങളാണ്. പക്ഷേ ആ ദുരന്ത കാവ്യങ്ങളെ വായിച്ച് തീരുമ്പോൾ നമ്മുടെ മനസ്സിൽ അതിഗംഭീരമായ ഒരു ആന്തരിക സ്വാതന്ത്ര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു നിലാവ് പരക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കും സത്യത്തിൽ ഈ ഭൂമിയിൽ ഇനിയും പ്രകാശമുണ്ട് എന്ന്. ഞാൻ ചിന്തിക്കാറുള്ള ഒരു കാര്യമാണ്, എന്തുകൊണ്ടാണ് ഈ ദുരന്ത കൃതികൾ വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ എന്നാൽ ശരി മരിച്ചേക്കാമെന്നല്ല, സ്ഫുടതാരകൾ കൂരിരുട്ടിലുണ്ട്, ഇടയിൽ ദ്വീപുകളുണ്ട് സിന്ധുവിൽ എന്നുള്ള കുമാരനാശാന്റെ വരികൾ തന്നെയാണ് സത്യം എന്നാണ് നമുക്ക് തോന്നുക. നിങ്ങൾ ഒരുപക്ഷെ വായിച്ചിട്ടുള്ള ആൻഷ്യൻ പ്രോമിസസ് എന്ന് പറഞ്ഞ ഒരു കൃതി ഉണ്ടല്ലോ, ജയശ്രീ മിശ്രയുടെ. ജയശ്രീ മിശ്രയുടെ ആ കൃതി വായിച്ചപ്പോൾ ധാരാളമായി എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു വലിയ ദുരന്ത ചിത്രത്തിന് മാറ്റമുണ്ടായി.
എൻ്റെ കാര്യം ഞാൻ എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. ധാരാളം പേർക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം. അത് നിർഭാഗ്യ ജീവിതം എന്ന് നമ്മൾ വിചാരിക്കുന്ന മെന്റലി റിട്ടാർഡോ അല്ലെങ്കിൽ ഫിസിക്കലി ഡിസേബിൾഡോ ആയിട്ടുള്ള കുട്ടികളുടെ രക്ഷാകർതൃത്വം പേറുന്ന മാതാപിതാക്കളുടെ അവസ്ഥയാണ്. നമുക്കറിയാം, ഇപ്പോൾ ധാരാളം സാമൂഹ്യ സംവിധാനങ്ങളുണ്ട് അല്ലേ? വ്യക്തിപരമായി നമ്മൾ അതിനെയൊക്കെ വളരെ ധൈര്യപൂർവ്വം നമ്മൾ അതിനെയൊക്കെ ഫേസ് ചെയ്യും. കാരണം അതിനുള്ള സംവിധാനം, സിസ്റ്റം ഇപ്പോൾ ആ വിധത്തിലാണ്. ആതുര ശുശ്രൂഷയുടെ കാര്യത്തിലായാലും ഇതിനൊക്കെ എങ്ങനെയൊക്കെ അതിനെ പരിചരിക്കണം എന്നുള്ള കാര്യത്തിലായാലും. പക്ഷെ ഇതൊന്നും ഇല്ലാതിരുന്ന ഒരു കേരളം അല്ലെങ്കിൽ ഒരു ലോകം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ പ്രശ്നബാധിതരായിട്ടുള്ള അല്ലെങ്കിൽ പ്രശ്ന ശിശുക്കളുടെ കാര്യത്തിൽ അവർ പ്രശ്നം ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യത്തിലല്ല കേട്ടോ. പ്രോബ്ലം ചൈൽഡ് എന്ന് പറയുന്നത് ആ പ്രോബ്ലം സമൂഹത്തിന്റെ പ്രോബ്ലമാണ് സത്യത്തിൽ, അല്ലാണ്ട് കുട്ടികൾ ഉണ്ടാക്കുന്ന പ്രോബ്ലം അല്ല. എന്തായാലും ആ പ്രശ്നത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് നമുക്ക് പലതിനും, ഇപ്പൊ നേരത്തെ പറഞ്ഞ പങ്കിയമ്മയുടെ കാര്യത്തില് നമുക്ക് സമാധാനമുണ്ട്. പിന്നെ അവരെങ്ങനെയെങ്കിലും ജീവിച്ചോളും, അവർക്ക് നല്ല ബുദ്ധിയൊക്കെ ഉണ്ട്, അവർ ജീവിച്ചോളും. പക്ഷേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികളെ സംരക്ഷിക്കേണ്ട അച്ഛനമ്മമാര് എന്താണ് ചെയ്യുക? അവർക്ക് എവിടെയാണ് ഒരു അത്താണി എന്ന് ചിന്തിക്കുന്നവർക്ക് ജയശ്രീ മിശ്രയുടെ ആൻഷ്യൻ പ്രോമിസസ് എന്നുള്ള കൃതി ഒരു വലിയ ഒരു പ്രതീക്ഷയാണ്, വലിയൊരു കരുത്താണ് തന്നിട്ടുള്ളത്. നമ്മുടെ ദുഃഖത്തിന്റെ യാനപാത്രങ്ങൾ അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ ഇനി എവിടെയും പോവേണ്ട, ഇവിടെ ഉറച്ചു നിന്നോളൂ, നമുക്ക് വിജയം ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നങ്കൂരം പഠിക്കുന്ന പോലെയാണ് ആ ഒരു ആശയം. അത് പറയുകയാണ്, നിന്റെ ഈ ശുശ്രൂഷകൾ ഏറ്റെടുക്കുന്ന എനിക്ക് ഇത് യാതൊരു തരത്തിലും സങ്കടം ഉണ്ടാക്കുന്നില്ല. കാരണം ഇതൊരു ജന്മാന്തര വാഗ്ദാനമാണ്. കഴിഞ്ഞ ജന്മങ്ങളിൽ നീ എനിക്ക് വേണ്ടി ചെയ്തതിൻ്റെ ഒരു മറുപടി നൽകൽ മാത്രമാണിത്. ഇതൊരു ജന്മാന്തര വാഗ്ദാനമാണ്. തികച്ചും യുക്തിഭദ്രമായിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ എടുക്കരുത് കേട്ടോ, കാരണം അങ്ങനെ ഏറ്റെടുത്താൽ പ്രശ്നമാണ്. പക്ഷെ ഇതിൻ്റെതായിട്ടുള്ള ഒരു ചിന്താ തലത്തിൽ വേണം നമ്മൾ അതിനെ ഏറ്റെടുക്കാൻ. സത്യത്തിൽ അതുകൊണ്ടാണല്ലോ നമ്മൾ നേരിട്ട് കാണാത്ത ചില ശക്തികളിലൊക്കെ വിശ്വസിച്ചുകൊണ്ട് ജനങ്ങൾ പോകുന്നത്. എന്തുകൊണ്ടാണ്? അതുപോലെ തന്നെയുള്ള ഒരു ചിന്തയാണിത്. ഇതൊരു ജന്മാന്തര വാഗ്ദാനമാണ്. ആ ഒരു ആശയം ഒരു വലിയ ഒരു പ്രത്യാശയുടെ വെളിച്ചത്തെ നമുക്ക് തരുന്നുണ്ട്. നമ്മൾ എങ്ങനെയാണ് ഈ ദുർവിധിയെ നേരിടേണ്ടത്? സിസ്റ്റമൊക്കെ നമുക്ക് അനുകൂലമാണെങ്കിലും ഇടയ്ക്കെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ചില സങ്കടങ്ങളെ നമ്മൾ എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്നതിനൊരു നല്ല ഉത്തരമായിരുന്നു. എന്ന പോലെ കിടപ്പ് രോഗികളായിട്ടുള്ള സ്ത്രീ പുരുഷന്മാരുടെ അനവധി കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. നമുക്കറിയാം, അങ്ങനെ ജീവിതത്തിൽ നമ്മൾ അങ്ങനെയുള്ളവരൊക്കെ കണ്ടിട്ടുണ്ട്. അവരെന്താണ് ചെയ്യുക? അവരെ ശുശ്രൂഷിക്കുന്നവരുടെ കാര്യം, അവരുടെ ബൈസ്റ്റാൻഡർ എന്ന രീതിയിൽ അല്ലെങ്കിൽ കൂടെ ജീവിക്കുന്നവരുടെ കാര്യമാണല്ലോ ഏറ്റവും പ്രശ്നം. രോഗിയുടെ പ്രശ്നങ്ങളെക്കാൾ വലിയൊരു പ്രശ്നമാണ്. അതിനൊരു ഗംഭീരമായൊരു ഉത്തരമാണ്, പരിഹാരമാണ് അമ്പലപ്പറമ്പിൽ എന്ന കാരൂർ കഥ. ആ കഥയിൽ ശേഖരൻ എന്ന ഒരു വ്യക്തി ഉത്സവത്തിന് പോവുകയാണ്, അമ്പലപ്പറമ്പിൽ പോവുകയാണ്. അവിടെ ഇങ്ങനെ കടലയ്ക്ക് ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് നടക്കുമ്പോൾ കടലയ്ക്ക വിൽക്കുന്ന ഒരു അമ്മൂമ്മയെയും അവരുടെ അടുത്ത് കടലയ്ക്ക കൊടുക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന അമ്മൂമ്മയാണ് പൈസ വാങ്ങിച്ചെടുക്കുന്നത്. ഈ കടലൊക്കെ വറക്കുന്നത് ഒരു സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് ഒരു മുട്ടവിളക്ക് എന്നാണ് പറയുന്നത്, ചെറിയൊരു വിളക്ക് കത്തിച്ച് വെച്ചിട്ടുള്ളത്. ആ വിളക്ക് ഈ പെൺകുട്ടിയുടെ മുഖത്ത് അങ്ങനെ തട്ടിയിട്ട് അവനൊരു വിശിഷ്ടമായിട്ടുള്ളൊരു മാല അണിഞ്ഞിട്ടുണ്ട്. ആ മാലയിൽ ആ കല്ലുകളിൽ അങ്ങനെ തട്ടി അതിങ്ങനെ 1000 മടങ്ങ് പ്രതിഫലിക്കുകയാണ്. ഈ കുട്ടി തന്നെ സ്വതവേ സുന്ദരിയാണ്. ഈ മാലയുടെ ഒരു തിളക്കം അതിനെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത്. സ്വാഭാവികമായി അവിടെ ധാരാളം അമ്പലപ്പറമ്പിൽ കടലയ്ക്ക വിൽപ്പനയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം എന്ന മട്ടിൽ ഇവിടെയാണ് പുരുഷാരം. അങ്ങനെ അതിനിടയിൽ ശേഖരന് ചെന്ന് നിൽക്കുകയാണ്. ഒന്ന് ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷമൊക്കെ തോന്നുന്നു. അങ്ങനെ അപ്പോൾ ഈ ശേഖരന്റെ വീട്ടിലെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, കല്യാണം കഴിഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ ഭാര്യ ശയ്യാവലംബിയാവുകയാണ്. അവൾക്ക് എണീക്കാൻ പറ്റാത്ത തരത്തിലുള്ള എന്തോ മാരകമായിട്ടുള്ള രോഗം പിടിപെടുകയാണ്. ശേഖരന് അവളെ പരിചരിക്കുന്നു, എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കുന്നു. അങ്ങനെ ഒരു ഉത്തമനായ ഒരു ഭർത്താവിൻ്റെ രീതിയിൽ നിൽക്കുകയാണ്. പക്ഷേ യാതൊരു തരത്തിലുള്ള ദാമ്പത്യ സുഖം ശേഖരൻ അനുഭവിച്ചിട്ടില്ല. അങ്ങനെയുള്ള നിരാശയ്ക്ക് ഇടയിൽ ഈ ഉത്സവം ഒന്നും കാണാൻ പോകാറില്ല. പക്ഷേ
ഈ ഒരു ദിവസം എന്തോ സാന്ദർഭികമായിട്ട് അങ്ങനെ വന്നു എന്നേയുള്ളൂ. അപ്പോൾ ഈ ഒരു പെൺകുട്ടിയൊക്കെ കണ്ട് ഇങ്ങനെ വല്ലാത്ത സന്തോഷമൊക്കെ തോന്നുമ്പോൾ അറിയാതെ ശേഖരൻ്റെ ഉള്ളിൽ ഒരാളോട് ഇങ്ങനെ ഒരു വിരസതയും ഒരു ചെറിയൊരു ദേഷ്യവും ഒക്കെ വരുന്നു. ആരോടാണ്? വീട്ടിൽ കിടക്കുന്ന ഭാര്യയോടാണ്. അവർ അതുവരെ ശേഖരൻ പോലും അറിയാത്ത ഒരു കാര്യമാണത്. തൻ്റെ ഒരു നഷ്ടപ്പെട്ടു പോയ ജീവിത സുഖങ്ങളുടെ ഒരു ഓർമ്മ അയാളിൽ ഉണ്ടാവുകയാണ്. അയാൾ എന്നിട്ട് ഈ കുട്ടിയോട് പേരൊക്കെ ചോദിക്കുന്നു. അപ്പോൾ മുത്തു എന്നാണ് പേര് എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം കടലൊക്കെ വാങ്ങിച്ചിട്ട് ഒന്നുകൂടി വരും, പിന്നെയും വാങ്ങിക്കും. അപ്പം എന്താണ് ഇവിടെ കെട്ടിയിട്ടിരിക്കുകയാണോ എന്ന് ചോദിക്കും ആ മുത്തു. ഈ കയർ ഇവിടെയാണ് കെട്ടിയിരിക്കുന്നത് അങ്ങനെ എന്തോ അയാൾ ഉത്തരം പറയുന്നു. അങ്ങനെ പിരിഞ്ഞു പോകുന്നു. അങ്ങനെ ഉത്സവം കഴിയുന്നു. ഇത് സാന്ദർഭികമായി ഒരു ഉത്സവ പറമ്പിലേക്ക് വന്നതാണെങ്കിൽ അടുത്ത വർഷം അയാൾ നോക്കിയിരിക്കുകയാണ്. ഈ അമ്പലപ്പറമ്പിലേക്ക് അയാൾ വീണ്ടും വരികയാണ്. പഴയ കാലമാണെന്ന് ആലോചിക്കണം. അന്നൊക്കെ ഒരാളെ ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ കണ്ടാൽ പിന്നെ അടുത്ത കൊല്ലം അതേ സന്ദർഭത്തിലേ കാണാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് വീട് അന്വേഷിച്ച് പോകാനൊന്നും പറ്റില്ലല്ലോ. 1956 മറ്റോ എഴുതിയ കഥയാണ്. അപ്പോൾ കാരൂരല്ല ശേഖരൻ പിറ്റേ വർഷവും പോവുകയാണ്, അമ്പലപ്പറമ്പിലേക്ക് പോവുകയാണ്. മുത്തുവിനെ അന്വേഷിച്ചിട്ട് കാണുന്നില്ല. കടലേറ്റ വിൽപ്പനയൊക്കെ ഉണ്ട്. ഒരു വളരെ അച്ചടക്കത്തോടു കൂടി അങ്ങനെ നിന്നിട്ട് കടലേക്കൊക്കെ പൊതിഞ്ഞു കിടക്കുന്ന ഒരു സ്ത്രീ, ആ അമ്മൂമ്മയെ കാണാനില്ല. അടുത്ത് നിന്ന് കുറച്ചു നേരം ശ്രദ്ധിച്ചപ്പോൾ ശേഖരന് മനസ്സിലായി ഈ കടലൊക്കെ ഇപ്പോൾ വിൽക്കുന്ന ഈ യുവതി ആ പഴയ മുത്തു തന്നെയാണ്. പക്ഷെ ആകെപ്പാട് മാറിയിരിക്കുന്നു. അന്നത്തെ ശോഭയില്ല, അന്നത്തെ ആ മാലയും ഇല്ല, ഒന്നുമില്ല. ആളാകെ മാറി. അന്നത്തേക്കാൾ ഒരു പാരുഷ്യം മുഖത്ത് വന്നിട്ടുമുണ്ട്. കാരൂർ എപ്പോഴും തൻ്റെ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പാരുഷ്യമുണ്ട് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, അവരുടെ ആന്തരികമായിട്ടുള്ള കുറേ നഷ്ടങ്ങളെയാണ് അത് കാണിക്കുന്നത്. അത് എന്യൂമറേറ്റർ ചോദ്യം ചെയ്യുന്ന നളിനിയിലും അതുണ്ട്. ഒരു പരുഷഭാവത്തിലാണ്. കഴിഞ്ഞ വർഷം ഇങ്ങനെ അല്ലല്ലോ എന്ന് പിന്നീട് ഒരു സമയം കിട്ടുന്ന കുറേ സമയം കഴിഞ്ഞപ്പോൾ ഇവിടെ ശേഖരൻ്റെ അടുത്ത് ചേരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ അത്ര തിരക്കുമില്ല. കാരണം ഇവരുടെ ശോഭ സൗന്ദര്യമൊക്കെ കുറഞ്ഞിട്ടുണ്ടല്ലോ. മുത്തു എന്നല്ലേ പേര് ഇത് ചോദിക്കുന്നു. അതെ, എന്താണ് പിന്നെയും വീണ്ടും ഇവിടെ തന്നെ വന്നത്? എന്നെ ഓർമ്മയുണ്ടോ? ഈ അമ്പലപ്പറമ്പിൽ ആരൊക്കെ വരുന്നു? ഞാൻ എങ്ങനെ ഓർക്കാനാ എന്നാ സ്ത്രീ പറയുന്നു. ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ വന്നിരുന്നു. അമ്മൂമ്മ എവിടെ? അമ്മൂമ്മ മരിച്ചുപോയി. അതാണ്. ആ മാല നല്ല ഭംഗിയായിരുന്നു. ഇയാൾ അനാവശ്യമായിട്ടൊരു കാര്യം പറയുകയാണ്. അത് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അവര് ഒരു പാക്കറ്റ് കടല ഇതിനെ പൊതിഞ്ഞു കൊടുത്തിട്ട് പറയുകയാണ്, ഇത് തിന്ന് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തന്നെ വരും. അതൊരു ക്ഷണമാണല്ലോ. ഇത് തിന്ന് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരൂ, പിന്നെ തന്നാൽ മതി എന്ന് പറയുന്നത്. അത് തിന്ന് കഴിഞ്ഞ് വരുമ്പോഴേക്കും ആളുകളൊക്കെ ഒതുങ്ങിയിട്ടുണ്ട്. അവർ പറയുകയാണ്, കാര്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നു, എൻ്റെ കല്യാണം കഴിഞ്ഞു. ഞാൻ ആ മാലയൊക്കെ എണീറ്റ് നടക്കാൻ പറ്റുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് അയാളുടെ ആരോഗ്യം ആണോ നോക്കേണ്ടത്, അതോ ഞാൻ എൻ്റെ മാലയും വെച്ചുകൊണ്ടിരിക്കുകയാണ്? അപ്പോൾ എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ് 3-ാമത്തെ നാൾ ഒരു അപകടം പറ്റിയിട്ട് എൻ്റെ ഭർത്താവ് കിടപ്പിലാണ്. അദ്ദേഹത്തെ ശുശ്രൂഷിക്കുകയാണ്. ഉടനെ ശേഖരന് ഒരേപോലെയാണല്ലോ തങ്ങളുടെ അവസ്ഥ എന്നാണ് ഒരു ചിന്ത വരുന്നത്. ഒരുപക്ഷെ അതുകൊണ്ട് അയാളുടെ ഉള്ളിൽ ഒരു അജ്ഞാതമായ രീതിയിലുള്ള ഒരു സന്തോഷവും ഒരുപക്ഷെ ഉണ്ടായിരിക്കണം. അപ്പോൾ അയാൾ ചോദിക്കുകയാണ്, ഈ ജീവിതം മടുക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതിന് മുത്തു മറുപടി പറയുന്നു, ഇല്ല, മടുക്കുന്നില്ല. നിങ്ങൾ പറയുന്നത് വെറുതെയല്ല, എനിക്ക് മടുത്തു എൻ്റെ ജീവിതം എന്ന് പറഞ്ഞ് അപ്പോൾ അയാളുടെ ഭാര്യയെക്കുറിച്ച് പറയുകയാണ്. എനിക്കൊരു കഷ്ടമാണ്, അത് മുടിയാൻ, അത് തൊഴിയുന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് വല്ലാത്ത അയാളുടെ അമർഷവും സങ്കടവും ഒക്കെ അങ്ങനെ പറയുകയാണ്. അപ്പോൾ മുത്തു പറയുകയാണ്, ശാന്തമായിട്ട് അതൊക്കെ കേട്ടിരുന്നതിന് ശേഷം പറയുകയാണ്, നിങ്ങൾ ഈ പറയുന്നത് കള്ളമാണ്. നിങ്ങൾ ഇവിടെ വന്നിപ്പോൾ എന്നോട് ഇത് പറഞ്ഞെങ്കിലും സത്യത്തിൽ അവർക്ക് വേണ്ടിയാണ് നിങ്ങൾക്ക് ജീവിക്കുന്നത്. അതൊന്നുമല്ല എന്ന് ഞാൻ പറയുന്നത്, ഞാൻ ഇത്രയും സങ്കടത്തിലാണ് ജീവിക്കുന്നത്. ഞാൻ എൻ്റെ ജീവനായി കരുതിയ മാലയാണ് അങ്ങേർക്ക് വേണ്ടി ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് വിറ്റത്. എൻ്റെ അമ്മൂമ്മയെ മരിച്ചു, എനിക്ക് യാതൊന്നുമില്ല ഇനി. പക്ഷേ ഇത്രയും കഷ്ടപ്പാടിനിടയ്ക്ക് അങ്ങേരൊന്ന് ചെറുതായി പുഞ്ചിരിച്ചാൽ അത് മതി എനിക്ക്. ആ ഒരൊറ്റ ചിരിയിലാണ് ഞാൻ എൻ്റെ സന്തോഷം മുഴുവൻ കാണുന്നത്.
പിന്നെ എത്ര കഷ്ടപ്പെട്ടാലും എനിക്ക് പ്രശ്നമില്ല. നിങ്ങൾ ഉടനെ തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് പോയി നിങ്ങളുടെ ഭാര്യയെ ശുശ്രൂഷിക്കും. അതൊരു ഭാരമാണ് എന്ന് നിങ്ങൾ ഒരിക്കലും കരുതാതിരിക്കുക. കാരണം അവരെ വിട്ടുപോകുമ്പോഴാണ് സത്യത്തിൽ നിങ്ങൾക്ക് കഷ്ടകാലം തുടങ്ങുക. ഇതൊക്കെ തന്നെ പുറമേയുള്ള ജീവിതത്തിൻ്റെ ചില പ്രശ്നങ്ങൾ മാത്രമാണ്. ഒരാൾക്ക് ആരോഗ്യമില്ല, ആരോഗ്യമില്ലാത്തത് കൊണ്ട് തന്നെ ദാമ്പത്യ ജീവിതം ആസ്വദിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് കഷ്ടപ്പാടുണ്ടാകും, നിങ്ങൾക്ക് നഷ്ടമുണ്ടാകും. പക്ഷെ ഇതൊക്കെ നിങ്ങളുടെ തോന്നലാണ്. ആ വ്യക്തിയിൽ നിന്ന് ഒരിക്കലും നിങ്ങൾക്ക് മാറാൻ പറ്റില്ല. ഇത് സത്യത്തിൽ ഈ പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിലെ സാമൂഹ്യ ജീവികളോട് പറയുകയാണെങ്കിൽ നല്ല പ്രതികരണമാവില്ല കിട്ടുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. കാരുവിൻ്റെ ഈ കഥ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും പറ്റുന്നവരുടെ മുന്നിൽ മാത്രമേ വെച്ചിട്ട് കാര്യമുള്ളൂ. കാരണം എന്താണ്, ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ടിറ്റ് ഫോർ ടാറ്റ് എന്നൊക്കെ രീതിയിൽ ജീവിതത്തെ കാണുന്ന തത്വശാസ്ത്രങ്ങൾ ഉള്ളവർക്ക്, അല്ലാത്തവരുണ്ടാകാൻ ധാരാളം, അങ്ങനെ അല്ലാത്തവർക്ക് ഇത് മനസ്സിലാവും. അതേസമയം ജീവിതത്തെ പ്രായോഗികതയുടെ മാത്രം വശത്ത് നിന്ന് നോക്കി കാണുന്നവർക്ക് ഇതൊന്നും തന്നെ മനസ്സിലാകാൻ പോകുന്നില്ല. പക്ഷെ എന്തായാലും നമുക്ക് വേണ്ടി, മനസ്സിലാക്കുന്നവർക്ക് വേണ്ടി കാര്യം ഇത് എഴുതിയിട്ടുണ്ട്. AR കേരളവാണിജ്യത്തിൽ ഒരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്, കുറെ ഈ നിവാദ എന്താണ് ധാത്വധികാരം എന്നുള്ളൊരു ഭാഗത്താണ്. ഗ്രാമറിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പ്രസ്താവിച്ചതിന് ശേഷം കടുത്ത ഗ്രാമർ ഭാഷയാണല്ലോ, അതിനുശേഷം അദ്ദേഹം പറയുന്നുണ്ട്, ഇത്രയും പറഞ്ഞതുകൊണ്ട് ബുദ്ധിമാന്മാർക്ക് കാര്യം മനസ്സിലാകുമെന്നുള്ളത് കൊണ്ടും അതില്ലാത്തവർക്ക് ഇനി പറഞ്ഞിട്ടും വിശേഷമില്ല എന്നതുകൊണ്ടും ഞാൻ നിർത്തുന്നു എന്നാണ് AR പറയുന്നത്. കാര്യം ഇത്രയും എഴുതിയാൽ മതി. ബുദ്ധിയുള്ളവർക്ക്, ഹൃദയമുള്ളവർക്ക്, ഹൃദയ ദ്രവീകരണ ശക്തിയുള്ള ആശയങ്ങളെ സ്വാംശീകരിക്കാൻ പറ്റുന്നവർക്ക് ഇത് മനസ്സിലാകും. അല്ലാത്തവർക്ക് ഇത് മനസ്സിലാകാൻ പോകുന്നില്ല. എന്തായാലും കാരൂരിൻ്റെ ഈ കഥകളിലൊക്കെ അവളുടെ വിധി എന്നുള്ള കഥ, കിഴവൻ്റെ മറുപടി, മീൻകാരി, പിശാചിൻ്റെ കുപ്പായം, അയാളുടെ അമ്മ, വളരെ പ്രസിദ്ധമായിട്ടുള്ള പൂവമ്പഴം കഥ അറിയാലോ, കള്ളപ്പുകയില, ഇങ്ങനെയുള്ള ധാരാളം കഥകളിൽ ഈ ഒരു ആശയം തന്നെയാണ് വരുന്നത്, ശുഭപ്രതീക്ഷ എന്നുള്ളത്. അതാണ് ജീവിതത്തെ ഏറ്റവും യുക്തിഭദ്രമായും വൈകാരികമായും നിലനിർത്തുന്ന ഒരു കാര്യം. നമുക്കിതിൽ രണ്ടിലേതെങ്കിലും ഒന്നേ കൈവശം വെക്കാൻ പറ്റുള്ളൂ എന്നാണ് നമ്മുടെ ചിന്ത. ഒന്നുകിൽ യുക്തിപരമായിട്ട് ജീവിക്കുക, അല്ലെങ്കിൽ വൈകാരികമായിട്ട് ജീവിക്കുക. പക്ഷേ കാഥികനായ കാരോ പറയുന്നത് ഇത് രണ്ടും സുസാധ്യമാണ് എന്നാണ്. ഇതിനെ രണ്ടിനെയും നമുക്ക് കൈവശപ്പെടുത്തുവാൻ പറ്റും എന്നുള്ളതാണ്. പിശാചിന്റെ കുപ്പായം എന്നുള്ള കഥയിൽ ഒരു വള്ളം തുഴയുന്ന ഒരു പയ്യന്റെ കഥയാണ്. ഒരു കൊച്ചുകുട്ടി, അവന് സ്കൂളിലൊന്നും പോകാൻ പറ്റില്ല, ഇടയ്ക്കൊക്കെ പോകും. അവന് രോഗിണിയായിട്ടുള്ള ഒരു അമ്മയാണ് ഉള്ളത്. അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കാനും മരുന്ന് വാങ്ങാനും ഒക്കെ ആയിട്ട് അവൻ ഈ വള്ളം മുന്നിലാണ്. അപ്പോൾ അതിനിടയ്ക്ക് കൂട്ടുകാരൊക്കെ, ആ കഥ ഞാൻ വിസ്തരിക്കുന്നൊന്നുമില്ല, കൂട്ടുകാരിങ്ങനെ പറയുന്നുണ്ട്, വള്ളത്തിൽ ആരോ മറന്നു വെച്ചൊരു കുപ്പായി ഇവനോട് എടുക്കാൻ പറയുന്നുണ്ട്. ഇവനെടുക്കുന്നില്ലെങ്കിൽ എനിക്ക് താടാ എന്ന് പറയുന്നുണ്ട്. ഞാൻ തരില്ല, അത് അവർക്ക് അതിൻ്റെ ഉടമയ്ക്ക് കൊടുക്കാനുള്ളതാണെന്ന് പറയുമ്പോൾ ഈ പിള്ളേർ പറയുന്നുണ്ട്, നീ ഒരു സത്യവാൻ, നിന്നെ പോലുള്ള സത്യവാന്മാർ വന്നതുകൊണ്ടാണ് നമ്മൾ ആകെ ലോകം മുടിയാൻ പോകുന്നത്. ഇവിടെ അതേ പാലം വരാൻ പോവുകയാണ്. പാലം വന്നാൽ പിന്നെ വള്ളത്തിൻ്റെ ആവശ്യമില്ലല്ലോ, നിന്റെ തൊഴിൽ പോകും, നിന്റെ അല്ല നമ്മുടെയൊക്കെ തൊഴിൽ പോകും. ഉടനെ ഈ കുട്ടി പറയുന്നുണ്ട്, 8 വയസ്സുള്ള ഈ ആൺകുട്ടി പറയുകയാണ്, ഇവിടെ പാലം വരുമ്പോൾ ഞാനൊരു സോപ്പ് ചീപ്പ് കട തുടങ്ങും, വീടുകട തുടങ്ങും, ചായക്കട തുടങ്ങും. ഇതൊക്കെ ഉണ്ടെങ്കിൽ പാലം പണി എന്ന് പറഞ്ഞാൽ എത്ര പണിക്കാരാണ് അല്ലേ? ഇന്ത്യയിൽ പാലം പണി എന്നുള്ള ഒരു സാമൂഹ്യ സംരംഭത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് കാരൂരിൻ്റെ ഈ കഥയുടെ ഒരു കാലഘട്ടം നിങ്ങൾ ഒഴിവാക്കണം. അപ്പോൾ നമ്മളിങ്ങനെ പലപ്പോഴും കാണുകയാണ്, പാലം വരുന്നതോടുകൂടി ഒരുപാട് ഗ്രാമജീവിതമൊക്കെ നഷ്ടപ്പെടും, ഒരുപാട് വള്ളക്കാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നൊക്കെ. വള്ളക്കാർക്കൊന്നും പ്രശ്നം ഉണ്ടാവാൻ പോകുന്നില്ല. ഒരു തൊഴിൽ ജീവിതം അടയുകയാണെങ്കിൽ മറ്റൊരു തൊഴിൽ ജീവിതം തുറക്കുന്നുണ്ട്. അത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് കാര്യം. ഇങ്ങനെ ധാരാളം കഥകളിലൂടെ ഒന്ന് പോയാൽ മറ്റൊന്ന് എന്ന രീതിയിൽ വളരെ, പിന്നെ ഏറ്റവും കൂടുതൽ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കഥയാണ് കുട നന്നാക്കാനുണ്ടോ. ഒരു കൃത്യമായൊരു തൊഴിൽ സംസ്കാരത്തെ കൊണ്ടുവരുന്നുണ്ട്.
അതിന് കൊള്ളുകയില്ല. അത് കേരളീയർ മുഴുവനും അക്കാര്യത്തിൽ അന്ന് ഇന്ന് ഭേദമൊന്നുമില്ല. കേരളത്തിന്റെ വ്യാവസായിക നയത്തെ അടിമുടി മാറ്റണമെന്ന് അന്ന് കാരൂർ എഴുതിയ അതിനും കൊള്ളുന്നില്ല എന്ന കഥ ഇന്നും പ്രസക്തമാണ്. കേരളീയർ എങ്ങനെയാണ് വ്യവസായം നടത്തേണ്ടത്, എങ്ങനെയാണ് ഒരു നല്ല വ്യവസായിയായിട്ട് മാറേണ്ടത്, അതിനെക്കുറിച്ചുള്ളൊരു കഥയാണ്. കേരളത്തിൽ നിന്ന് ആലപ്പുഴ ഭാഗത്ത് നിന്ന് ധാരാളം കയറ്റുമതിക്ക് കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ കയറ്റി അയക്കുന്ന കയറ് മുഴുവനും ഈ മണൽ പിടിച്ചിട്ട് ഇത് പിടിച്ചിട്ട് മണ്ണ് ഇങ്ങനെ കലക്കിയിട്ട് അതിൽ ഈ കയറ് പിരിച്ചിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയിരുന്നത്. കുറെ അത് എന്തിനാണ് ഭാരം കൂടാനാവും അല്ലേ, ഭാരം കൂടാൻ, വെയിറ്റ് കൂടാൻ. ചേനയൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ കാണാറില്ലേ, പകുതി ചേനയെ നമുക്ക് കിട്ടുള്ളൂ, ബാക്കി പകുതി മണ്ണാണ് എന്ന പോലെ ആയിരിക്കും. അതിന്റെ ഒരു പ്രായോഗിക വശം എനിക്ക് മുഴുവൻ അറിയാത്ത കാരണമാണ് ഒരു സംശയം. അപ്പോൾ കയറിൽ അങ്ങനെ ആയിരിക്കും ഒരുപക്ഷെ ഉണ്ടാവും. ഈ കയറ് എന്തുണ്ടാവും, ഒരു കൊല്ലത്തിനകം അത് പിരിഞ്ഞു പോകും, അത് ചീത്തയായി പോകും. അപ്പൊ കേരളത്തിലെ നല്ല രീതിയിൽ ജീവിച്ചിരുന്ന ഒരു വ്യവസായിയുടെ മകൻ യാതൊരു രക്ഷയും ഇല്ലാതെ തൊഴിലൊക്കെ നഷ്ടപ്പെട്ടു, തൊഴിലല്ല ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് അച്ഛൻ്റെ വ്യവസായമൊക്കെ നശിച്ചു. എന്നിട്ട് അച്ഛൻ ഈ കയറ് കൊടുത്തിരുന്ന ഒരു നോർത്ത് ഇന്ത്യൻ സേട്ടുണ്ട്, ആ സേട്ടുവിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഇയാൾ. എന്തെങ്കിലും ഒരു മാർഗം കിട്ടും, അച്ഛൻ്റെ കയറൊക്കെ വാങ്ങിച്ചിരുന്ന ആളല്ലേ, അതുകൊണ്ട് തീർച്ചയായിട്ടും തന്നെ സഹായിക്കുമെന്ന് വിചാരിച്ചിട്ട് പോവാണ്. സേട്ടു കണ്ട ഉടനെ തന്നെ ഇയാളുടെ മകനാണ് എന്ന് അറിഞ്ഞതോടുകൂടി പിന്നെ നിർത്താതെ ഈ കേരളീയരുടെ പ്രശ്നങ്ങളെ കുറിച്ച് പറയുകയാണ്. അതിൽ നമുക്ക് കുറേയൊക്കെ വേണമെങ്കിൽ തള്ളിക്കളയാന്ന് പറഞ്ഞാലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. കച്ചവടത്തിൽ സത്യസന്ധത ഇല്ലായ്മ എന്നുള്ളത് ഒരു വലിയ വിഷയമാണ് എന്നുള്ള കാര്യം. അവസാനം അയാൾ പറയാണ്, നീ ഏതായാലും ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല, നീ തിരിച്ചു പോകും. അപ്പോൾ ഒരു രക്ഷയില്ലാതെ വരുമ്പോൾ ഇവൻ വിചാരിക്കുകയാണ്, താൻ ഈ സേട്ടുവിൻ്റെ ഈ ഓഫീസ് മുറിയിൽ തന്നെ തൂങ്ങി മരിക്കുക, അതിന് ഈ കയറ് തന്നെ ഞാൻ എടുക്കും. സേട്ടുവിന് അപ്പോൾ പശ്ചാത്താപം തോന്നട്ടെ, കഷ്ടം, ഞാൻ ആ ചെക്കന് ജോലി കൊടുത്തിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അവൻ അപ്പോൾ വലിയൊരു ലേഖനമൊക്കെ എഴുതി സേട്ടുവിൻ്റെ ക്രൂരതയെ കുറിച്ചൊക്കെ ഉപന്യസിച്ചിട്ട് അതൊക്കെ മടക്കി വെച്ചിട്ടാണ് ഈ കയറെടുത്തിട്ട് തൂങ്ങുന്നത്. തൂങ്ങി ഉടനെ ഇപ്പൊ എല്ലാവരും മനസ്സിലാക്കിയ പോലെ തന്നെ അത് പൊട്ടി വീഴുന്നു, നിലത്ത് വീഴുന്നു. എന്നിട്ട് അവൻ ഈ കയറെടുത്ത് പറയുന്നതാണ് അതിന് കൊള്ളുന്നില്ല. അതാണ് കഥ. കേരളീയരുടെ അല്ലെങ്കിൽ കേരളത്തിന്റെ വ്യാവസായിക വളർച്ചയുടെ കടക്കൽ കത്തിവെച്ച ഒരു സാമൂഹ്യ ബോധത്തെ അല്ലെങ്കിൽ തൊഴിൽ സംസ്കാരത്തെ മുച്ചൂടും വിമർശിക്കുകയാണ് കാരൂർ അവിടെ ചെയ്യുന്നത്. ഇങ്ങനെ ധാരാളം കഥകൾ ഇനിയും പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ പതുക്കെ നിർത്തുകയാണ്. ചെറുത്താൻ, അത്ഭുത മനുഷ്യൻ, കുടുംബ ബഡ്ജറ്റ്, സൗജന്യം, പെൻഷൻ തുടങ്ങിയ കാരൂരിൻ്റെ അധ്യാപക കഥകളെ ഞാൻ മനഃപൂർവ്വം വിട്ടുകളയില്ല. കാരണം ആവശ്യത്തിലധികം അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനും വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കഥകൾ കാരൂർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ഒരു മൂല്യം കാണുന്നത് തലയ്ക്ക് മീതെ വെള്ളം വന്നാൽ അതുക്ക് മീതെ തോണി എന്നൊരു ചൊല്ലുണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ചിലർക്ക് ആവശ്യമാണ്. നമ്മുടെ തലയ്ക്ക് മീതെ വെള്ളം വരുമ്പോൾ ഒട്ടും മുങ്ങിപ്പോവില്ല, വിഷമിക്കേണ്ട, അതിന് മീതെ ഒരു തോണിയുണ്ട് എന്ന് പറഞ്ഞു തരാൻ ചില സാഹിത്യകാരന്മാർ, ചില മനുഷ്യർ ആവശ്യമാണ്. പ്രതിബദ്ധത ബോധമുള്ള എഴുത്തുകാർ എല്ലാ കാലഘട്ടത്തിലും ആ ഒരു സേവനം ചെയ്തിട്ടുണ്ട്, ആ ധർമ്മത്തെ നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരൂർ നീലകണ്ഠപിള്ള ഈ ഒരു മാനവികതയുടെ ഈ ഒരു വലിയ ധർമ്മത്തെ കൃത്യമായി പുലർത്തുകയും നിസ്തുലമായ വിധത്തിൽ അത് നിർവഹിക്കുകയും ചെയ്തിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്. കാരൂർ സ്മൃതി എന്ന ഈ പ്രോഗ്രാമിൽ ഇങ്ങനെ സംസാരിക്കാൻ എനിക്ക് അവസരം തന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരൂർ കഥകൾ എല്ലാവരും ധാരാളമായിട്ട് വായിക്കുക. അദ്ദേഹത്തിൻ്റെ കഥാപ്രപഞ്ചത്തിന് മുന്നിൽ ശ്രദ്ധാഞ്ജലി സമർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിക്കുന്നു.